നമസ്കാരം. ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ എന്ന നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നിങ്ങളുടെ ശാന്തിയുള്ള ദിനേശ്. പറയാമോന്ന് പോലും എനിക്കറിയില്ല. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ ജാതകം ഈ കോലും കൊന്തും കൊണ്ട് നടക്കുന്നവർ അവസാനിപ്പിച്ചു എന്നാണ് ഇന്നലെ മുതൽ. നമ്മുടെ അൻവർ എന്ന് പറഞ്ഞ PV അൻവർ എന്ന് പറഞ്ഞ ആണൊരുത്തനായ ഒരു MLA ഉണ്ടല്ലോ, കമ്മ്യൂണിസ്റ്റ് സഹയാത്രികൻ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് സംസാരിക്കാറുണ്ട്. PV അൻവർ ഒരു വലിയ ബോംബ് പൊട്ടിച്ചല്ലോ. സംസ്ഥാനത്തിൻ്റെ എന്താ പറയുക, ADGP എന്ന് പറഞ്ഞിട്ട് DGP മോളിൽ കളിക്കുന്ന അജിത് കുമാർ എന്ന് പറഞ്ഞ MS അജിത് കുമാർ എന്ന് പറഞ്ഞ MR അജിത് കുമാർ എന്ന് പറയുന്ന പോലീസ് ഓഫീസർക്കെതിരെ കേട്ടോണ്ടിരുന്നപ്പോൾ എനിക്ക് പേടി തോന്നി. കാരണം PV അൻവർ പറയുന്ന കാര്യങ്ങൾ കേട്ടാൽ കേരളത്തിലെ പോലീസിൻ്റെ തലപ്പത്തിരിക്കുന്ന ഒരാൾ ഇങ്ങനെയൊക്കെ തെമ്മാടിത്തരം കാണിക്കുക എന്ന് പറയുമ്പോൾ പേടിയാവുന്നു. സത്യത്തിൽ ആരെയൊക്കെയോ സ്വർണ്ണക്കള്ളക്കടത്തുകാരെ കൊന്നു. ഒരു സെൻറ്റിന് 75 ലക്ഷം രൂപ വിലയുള്ള 22 സെൻറ്റ് സ്ഥലം കവടിയാർ കൊട്ടാരത്തിൻ്റെ ഭാഗമായ സ്ഥലം വാങ്ങി അവിടെ എത്രയോ കോടിയുള്ള മുടക്കുന്ന ഭൂമിക്കടിയിൽ ഒരു നിലയൊക്കെയുള്ള 3 നില കെട്ടിടം, ലിഫ്റ്റൊക്കെ ഉള്ള കെട്ടിടം കിട്ടുന്നു. അത് കോടിക്കണക്കിന് രൂപ സമ്പാദിച്ചു കൂട്ടി അവിഹിതമായി എന്നാണ് അൻവർ പറയുന്നത്. എന്നു മാത്രമല്ല, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ ഫോൺ വരെ ചോർത്തി എന്ന് പറയുമ്പോൾ ആലോചിച്ച് നോക്കിയേ. കേരളത്തിലെ മുഖ്യമന്ത്രിയുടെയും 21 മന്ത്രിമാരുടെയും ഫോൺ നമ്പർ, പ്രമുഖ രാഷ്ട്രീയ നേതാക്കളുടെ ഫോൺ നമ്പർ ഒക്കെ ചോർത്തി എന്ന് പറയുന്നു. അതുപോലെ ഈ സരിതയുടെ കേസ്, സരിതയെ മുന്നോട്ട് പോകാതെ ആ കേസിനെ ക്ലോസ് ചെയ്ത് കളഞ്ഞത് ഇദ്ദേഹമാണെന്ന് പറയുന്നു. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ ഒരു 5-6 ദിവസത്തേക്ക് നമുക്ക് പ്രശ്നമില്ല. കാരണം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എടുത്ത് വേസ്റ്റ് കൂട്ടയിലിട്ടിട്ട് MR അജിത് കുമാറിൻ്റെ പുറകെ പോവും ഇവിടുത്തെ മീഡിയകൾ. അതിനിടയ്ക്ക് ഇന്ന് ആ മരമുറി ചാനലുകാർക്ക് ഒരു അബദ്ധം പറ്റി. അവിടെ ഒരു റിപ്പോർട്ടർ പെൺകുട്ടിയെ കൊണ്ട് ശാരദാമ്മയെ വിളിപ്പിച്ചു മദ്രാസിൽ. അല്ല, ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ അലവലുകളെക്കുറിച്ച് എന്ത് പറയുന്നു എന്ന് കേട്ടു. അത് നന്നായി എന്നാ എന്തെങ്കിലും അവർ പറയുമെന്ന് വിചാരിച്ചു. ഞാൻ ശാരദാമ്മ ഇതുവരെ ഇങ്ങനെ ചൂടായി സംസാരിക്കുന്ന ഞാൻ കേട്ടിട്ടില്ല. അവർ പറഞ്ഞു, ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് ശേഷമുള്ള വെളിപ്പെടുത്തലുകൾ ഇവിടെ കേരളത്തിൽ നടക്കുന്നത് വെറും ഷോ മാത്രമാണെന്നാണ് ശാരദാമ്മ പറഞ്ഞത്. വെറും ഷോയാണ്, ഒരു ആത്മാർത്ഥതയോടെയല്ല നിങ്ങൾ കാണിക്കുന്നത് എന്ന് പറഞ്ഞു. ലൈംഗിക അതിക്രമം സിനിമയിൽ എല്ലാ കാലത്തും ഉണ്ടായിരുന്നു. അതായത് ചില വികടന്മാർ എല്ലാ കാലത്തും ഉണ്ടായിരുന്നു, അല്ല ഇന്നോ ഇന്നലെയോ മെനിങ്ങാന്നോ അല്ല എന്നവർ പറയുന്നു. നിങ്ങളൊരു കാര്യം ചെയ്യൂ, ഈ പത്രക്കാരെന്ന് പറയുന്ന കോലം പിടിച്ച് കിടക്കുന്ന നിങ്ങൾ ആ വയനാട്ടിൽ പോയിട്ട് കുറേ ആളുകളെ കാണാതായല്ലോ, അതിനെപ്പറ്റി അന്വേഷിച്ച് റിപ്പോർട്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ശാരദാമ്മ ലെഫ്റ്റ് റൈറ്റ് അടിച്ചു. അവസാനം വാർത്ത വായിച്ചുകൊണ്ടിരുന്ന സ്മൃതി പരുത്തിക്കാട് മാഡം പറയാണ്, അത് വിട്ടേക്കൂ, നമുക്ക് അടുത്ത മാറ്ററിലേക്ക്, അടുത്ത സ്റ്റോറിയിലേക്ക് പോകാം. വയറ് നിറച്ച് ശാരദാമ്മ കൊടുത്തു. അപ്പോൾ അത് അങ്ങനെ ഒരു വശത്ത്. മറുവശത്ത് പോലീസിൻ്റെ തലപ്പത്തുള്ള ഒരു ADGP തന്നെ, അതും ക്രമസമാധാനത്തിൻ്റെ ചുമതലയുള്ള ആൾ. കേട്ടോണ്ടിരുന്നപ്പോൾ പേടിയാവുന്നു എനിക്ക്. നമ്മളൊക്കെ ഒരുപാട് പേരെ എതിർത്തൊക്കെ സംസാരിക്കുന്ന ആളുകളാണ്. ഇദ്ദേഹത്തിൻ്റെയൊക്കെ ലിസ്റ്റിൽ പെട്ടാൽ നമ്മളെ ഒരു വണ്ടി കൊണ്ടും തട്ടിയാൽ പോലും നമ്മൾ അറിയില്ല. അപ്പം തീരില്ലേ, തട്ടിയത് ആരെന്ന് പോലും അറിയാൻ പോലും പറ്റില്ല. അങ്ങനെ തീർത്ത് കളയും. ഒരിക്കലും ഇങ്ങനെയുള്ള പോലീസുകാരെ തലപ്പത്തിരുത്തി വളരാൻ സമ്മതിക്കരുതെന്ന് ഞാൻ പറയും. കാരണം ചങ്ങലയ്ക്ക് ഭ്രാന്ത് പിടിച്ചാൽ ഭയങ്കര കുഴപ്പമാണെന്നേ. ഒരു കണക്കിന് ആ വാർത്ത വന്നാൽ നന്നായി. കാരണം ഇനിയിപ്പോൾ എല്ലാ പത്രങ്ങളും പത്രമുത്തശ്ശിമാരും പത്ര ചാനലുകളും ഒന്നും ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വെച്ചുകൊണ്ട് തെറി വിളിക്കില്ലല്ലോ സിനിമക്കാരെ. അത് നന്നായി. നമസ്കാരം. ഞാൻ മുമ്പ് ചില്ലുവിളക്കം എന്ന് പറഞ്ഞ സീരിയൽ ചെയ്യുന്ന കാലത്ത് ഞാനൊരു പരസ്യം ഉണ്ടാക്കി. കടൽ, ആന, വിമാനം, പ്രേം നസീർ. ഇത്രയും എൻ്റെ ജീവിതത്തിൽ എനിക്ക് കണ്ടാലും മതി വരാത്ത 4 സിമ്പലുകളാണെന്ന് ഞാൻ പറയുമായിരുന്നു. ഇപ്പോൾ തിരുവനന്തപുരത്ത് താമസിക്കുന്ന ആളായതുകൊണ്ട് എനിക്ക് ദിവസം ഒരു 50 ഫ്ലൈറ്റെങ്കിലും നമ്മുടെ വീടിൻ്റെ മേളിൽ കൂടെ പോകുന്ന കാണാം. എന്നാലും നമ്മൾ ഫ്ലൈറ്റിന് കാണുമ്പോൾ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കും. ശംഖുമുഖം വഴി പോവുകയാണെങ്കിൽ ഒരു വിമാനം ലാൻഡ് ചെയ്യാൻ പോവുകയാണെന്നോ അല്ലെങ്കിൽ പറക്കാൻ പോവുകയാണെന്നൊക്കെ അറിഞ്ഞാൽ ഞാനവിടെ നിൽക്കും. വണ്ടി നിർത്തിയിട്ട് അത് ലാൻഡ് ചെയ്യുന്നത് കണ്ടിട്ടേ പോകും. എത്ര കണ്ടാലും നമുക്ക് കൊതി വരാത്തതല്ലേ വിമാനം. അതുപോലെയാണ് ആന. നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ മുറം പോലെ ഇരിക്കുന്ന വൃത്തികെട്ട ചെവി, മുഖത്തിൻ്റെ ഭംഗി മുഴുവൻ കളയുന്ന കൊമ്പ്, ഇത്രയും വലിയ ശരീരത്തിൽ ഇത്രയുള്ള കണ്ണ്, പിന്നെ ആവശ്യമില്ലാതെ മൂക്ക് നീണ്ട് നിലത്ത് വരെ കിടക്കുന്നു. ഓരോന്ന് പാർട്ടായിട്ട് നോക്കിയാൽ എന്തൊരു ബോറ്. പക്ഷേ ആനയെ കണ്ടാൽ നമുക്ക് മതിയാവുമോ?
എനിക്ക് മതിയാവില്ല. എത്ര നേരം വേണമെങ്കിലും ഞാൻ നോക്കി നിൽക്കും. അതുപോലെ ചില വൈകുന്നേരങ്ങളിൽ ഞാനും മോനും സിന്ധുവായിട്ട് മുമ്പ്, ഇപ്പോൾ അല്ല, ഈ ശംഖുമുഖത്ത് കടപ്പുറമൊക്കെ കടലെടുത്തോണ്ട് പോയ ശേഷം പോകാറില്ല. ഒരു 2-3 വർഷമായി പോകാതായിട്ട്. മറ്റത് ഞങ്ങൾ അവധി കാലങ്ങളിൽ മുഴുവൻ, അവധി ദിവസങ്ങളിൽ മുഴുവൻ ശംഖുമുഖത്ത് പോയി മണിക്കൂർ കണക്കിരിക്കും. സൂര്യൻ്റെ അസ്തമയവും കണ്ട് ഇരുട്ടിലേക്ക് കടൽ പോകുന്നതും കണ്ടിട്ടേ വരുള്ളായിരുന്നു. എത്ര കണ്ടാലും മതി വരാത്തതല്ലേ കടൽ. അതുപോലെയല്ലേ നസീർ സാർ, നമുക്ക് എത്ര കണ്ടാലും നസീർ സാറിന് മതിയാവില്ല. ഞാനിപ്പോൾ ഇത്രയും പറയാൻ കാര്യം, എനിക്ക് മധു സാറിൻ്റെ കഥകൾ പറഞ്ഞാലും മതിയാവില്ല. ഒരുപാട് കഥകൾ മധു സാറിനെ കുറിച്ച് കേട്ടിട്ടുള്ളതുകൊണ്ട് എത്ര വേണമെങ്കിലും കേൾക്കാനും എനിക്കിഷ്ടമാണ്. മലയാള സിനിമയിൽ ഞാൻ പരിചയപ്പെട്ട ആൾക്കാരിൽ, അല്ലെങ്കിൽ ഞാൻ പ്രവർത്തിച്ച ആൾക്കാരിൽ നിറവുള്ള ഒരു മനുഷ്യനെ ദിനേശ് പറയൂന്ന് പെട്ടെന്ന് ഒരാൾ ചോദിച്ചാൽ ഞാൻ അപ്പം കണ്ണുടച്ചോട്ട് പറയും മധു സാറെന്ന്. കാരണം ഇതുപോലെ നിറവുള്ളൊരു മനുഷ്യനില്ല. ആർത്തി എന്ന വികാരമില്ലാത്ത ഒരാളെ ഞാൻ കണ്ടിട്ടുള്ളൂ, അതും മധു സാറാണ്. പ്രതിഫലത്തിന് വേണ്ടി പിണങ്ങാത്ത, വാശി പിടിക്കാത്ത ഒരാളേ ഉള്ളൂ, അത് മധു സാറാണ്. വർഷം 365 ദിവസവും ക്യാമറയുടെ മുന്നിൽ നിൽക്കണം, അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ഫുഡ് അടിക്കണമെന്ന് ഒരിക്കലും അദ്ദേഹം സിനിമയിൽ തുടങ്ങിയ കാലം മുതൽ ഇപ്പോൾ വരെ അദ്ദേഹത്തിന് അങ്ങനെയുള്ളൊരു അത്യാഗ്രഹമോ നല്ലവനായ നായകനായി മാത്രമേ ഞാൻ അഭിനയിക്കൂ എന്ന വാശിയോ ഒരിക്കലും പിടിച്ചിട്ടില്ലാത്ത ആളാണ് മധു സാർ. താൻ സംവിധാനം ചെയ്യുന്ന സിനിമകൾ, മധു സാർ സംവിധാനം ചെയ്യുന്ന സിനിമകളിൽ അദ്ദേഹം വില്ലൻ വേഷങ്ങളാണ് ചെയ്തത്. വില്ലൻ വേഷം എടുത്തിട്ട് പ്രധാന വേഷം അടൂർവാസിക്ക് കൊടുത്ത കലാകാരനാണ്. അതും മധു സാർ മാത്രമേ ഉള്ളൂ അങ്ങനെ പറയാൻ. 90-ാം വയസ്സ് ആഘോഷിക്കാൻ തലസ്ഥാനം ഒന്നായി നിൽക്കുമ്പോഴും എന്നത്തെയും ഒരു ദിവസം പോലെ സാധാരണക്കാരനായി കണ്ണമുലയിലെ ഒരാളായി വീട്ടിലിരിക്കുന്ന മധു സാറിനെ ഞാൻ പോയി കണ്ടതാണ് എൻ്റെ സുഹൃത്ത് ബെന്നി ആശംസയായിട്ട്. നാളെ നടക്കുന്ന ചടങ്ങ് തിരുവനന്തപുരത്ത് നിശാഗന്ധിയിൽ വലിയ ഫംഗ്ഷൻ നടക്കുന്നു, മോഹൻലാൽ അടക്കം വരുന്നു എന്നുള്ള ഒരു ബോധവും അദ്ദേഹത്തിനില്ല, അതിലൊരു ആവേശവും ഇല്ല അദ്ദേഹത്തിന്. എന്നത്തെയും പോലെ 90-ാം വയസ്സും കടന്നു പോകട്ടെ എന്ന് വിചാരിക്കുന്നൊരു മനുഷ്യൻ. അദ്ദേഹം പറഞ്ഞ ഹ്യൂമറുള്ള ഒരുപാട് ഡയലോഗുകളുണ്ട്. സാറ് നടക്കാൻ പോകാറില്ലേ എന്ന് ഒരു പത്രക്കാരൻ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, രാവിലെ നടക്കാൻ പോയാൽ പട്ടി കടിക്കും, വൈകുന്നേരം പോകാമെന്ന് വെച്ചാൽ വണ്ടി ഇടിക്കും, അതിനാൽ നടപ്പൊന്നുമില്ല എന്നാണ് സാർ പറയാറ്. സാറിനൊരു കാറുണ്ടായിരുന്നു, കാർ ഷെഡുണ്ട് വീട്ടിൻ്റെ ഫ്രണ്ടിൽ. ഒരു നില, ഒരു സാധാരണ കെട്ടിടം, സാധാരണക്കാരൻ്റെ കെട്ടിടമാണ്. അവിടെ കാർ ഷെഡുണ്ട് ഫ്രണ്ടിൽ. ഞാൻ ഒരിക്കൽ ചെന്നപ്പോൾ കാറില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു, സാർ കാർ എന്ത് ചെയ്തു? കാറ് ഞാൻ കൊടുത്തു. ഇനി നിങ്ങൾക്ക് എന്നെ ഏതെങ്കിലും പ്രോഗ്രാമിന് വിളിച്ചോണ്ട് പോകണമെങ്കിൽ ദിനേശ് കാറുമായിട്ട് വരണം. അത് വല്ല മാരുതി 800 കൊണ്ടുവന്നാൽ എനിക്ക് കയറാൻ പറ്റില്ല, ഇന്നോവ പോലെ എനിക്ക് കയറി ഇരിക്കാൻ പറ്റുന്ന കാറ് കൊണ്ടുവരണം, എങ്കിലേ ഞാൻ വരൂ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അങ്ങനെ വരുള്ളൂ സാർ. അത് മതി. ഞാൻ കാർ ഷെഡിലേക്ക് നോക്കിയപ്പോഴേ കാറിൻ്റെ ഒരു ടയർ ചാരി വെച്ചിരിക്കുന്നു. അപ്പം ഞാൻ ചോദിച്ചു, അല്ല കാറ് കൊടുത്തില്ലേ സാർ, പിന്നെ എന്താ ഈ ടയർ വെച്ചേക്കണേ? അത് ഈ ആന കൊടുത്താലും ആനക്കാരൻ കൊണ്ടു നടക്കുന്ന ആ തുറട്ടിയില്ലേ, അത് ഒരു അഭിമാനത്തിൻ്റെ ചിഹ്നമായി വീട്ടിൽ വെച്ചിരിക്കും. അതുപോലെ ഞാൻ ആ ടയർ, എനിക്കൊരു കാറുണ്ടായിരുന്നു എന്ന് ഓർക്കാനായിട്ട് വച്ചിരിക്കുന്നു എന്നാണ് സാറ് പറഞ്ഞത്. അപാരമായ ഹ്യൂമർ സെൻസുള്ള മനുഷ്യനാണ് മധു സാർ. ഒരിക്കൽ തിരുവനന്തപുരത്തെ ഏതോ ഒഴിഞ്ഞ വഴിയിലൂടെ സാറ് നടന്നു പോകുമ്പോൾ മധു സാറിനെ നോക്കി ഒരു കമൻറ്റ് പറഞ്ഞു, മധു സാറേ ഈ തടിയൊന്ന് കുറയ്ക്കൂ, വീർത്തു തുടങ്ങിയ കണ്ടടങ്ങളിൽ ഇപ്പോൾ ചില്ലറയിട്ട് സൂക്ഷിക്കാം എന്ന് പറഞ്ഞു ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നുണ്ട്. ആ കമൻറ്റ് മധു സാറിന് ചെവിയിലല്ല, ശരിക്കും പറഞ്ഞാൽ ചങ്കിലാണ് പതിച്ചത്. പിറ്റേന്ന് മുതൽ മധു സാറ് പ്രധാന ഭക്ഷണം മോരാക്കി മാറ്റി. ദാഹിക്കുമ്പോൾ മോര് കുടിക്കും വീട്ടിൽ നിന്ന്. ആഹാരം കുറച്ചു. ക്രമേണ മധു സാറ് മെലിഞ്ഞു തുടങ്ങി. അങ്ങനെ കണ്ടടങ്ങളിൽ ചില്ലറയിട്ട് സൂക്ഷിക്കാമെന്ന് കമൻറ്റ് പറഞ്ഞവൻ്റെ മുന്നിൽ കൂടെ, കണ്ടടാ മധു സാറ് മെലിഞ്ഞത് കണ്ടോ എന്ന് കാണിക്കാനായിട്ട് സാറ് ആ വഴി തന്നെ ഒന്ന് നടക്കണമെന്ന് സാറിന് തോന്നി. അങ്ങനെ വഴിയിലേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ ഒരു കമൻറ്റ് വന്നു, മധുവിന് മാറാ രോഗമെന്തോ ബാധിച്ചു, ആൾ വല്ലാതെ ക്ഷീണിച്ചു പോയി, കഷ്ടം എന്നായി. വണ്ണം വെച്ചാലും ഇങ്ങനെ, വണ്ണം വച്ചില്ലെങ്കിൽ ഇങ്ങനെ. വാരി വലിച്ച് തിന്നുന്ന പ്രകൃതക്കാരനല്ല മധു സാർ. പക്ഷേ അദ്ദേഹം എപ്പോഴും എന്താണെന്നുള്ളത് ജന്മനാ ഉള്ളതായിരിക്കും. നല്ല ഡാൾഡ പോലെയല്ലേ മധു സാറിനിരിക്കുന്നത്. ആരോ സാറിനോട് ഉപദേശിച്ചു,
വയറ്റിലെ വേണ്ടാത്ത കൊഴുപ്പ് എടുത്തു മാറ്റാനുള്ള സംവിധാനം ഇപ്പോഴുണ്ട്, സാർ ചെയ്യണം എന്ന് പറഞ്ഞു. അരിമയായി വളർത്തിക്കൊണ്ടുവന്ന ശരീരത്തിൽ നിന്ന് ഒരു 10-16 കിലോ അറുത്തു മാറ്റി ആശുപത്രി ചെന്നിട്ട്. മുറിവുണങ്ങിയപ്പോൾ വയറ് പഴയതുപോലെ, പഴയ ശരീരം പോലെ തന്നെ വയറങ്ങായി. ആ അറുത്തു മാറ്റിയ വേദന സഹിച്ചത് വെറുതെയായി. അത് സാറിൻ്റെ ഒരു ശരീരപ്രകൃതിയായിരിക്കാം. മധു സാറിന് ഞാൻ പറയുന്നത് ആ വണ്ണം തന്നെയാണ് ഭംഗി. ഒരു ഗുരുവായൂരപ്പൻ്റെ അല്ലെങ്കിൽ ഗുരുവായൂർ കേശവൻ്റെ സ്റ്റൈലിൽ സാറങ്ങനെ നിൽക്കുന്ന കാണാൻ ഒരു ആനച്ചന്തം തന്നെയാണ്. ഇപ്പം തന്നെ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡ് ചെയ്തത് സംവിധായകൻ മോഹനെക്കുറിച്ചായിരുന്നല്ലോ. മധു സാറിൻ്റെ ശിഷ്യനായിരുന്നു. അപ്പോൾ മോഹനേട്ടൻ പോയി മധു സാറിൻ്റെ അടുത്ത് നിൽക്കുന്ന കണ്ടപ്പോൾ കോഴിക്കുഞ്ഞ് ഒരു പരുന്തിൻ്റെ മുന്നിൽ പെട്ടതുപോലെ മധു സാർ ആജാനബാഹുവായി മധു സാറിൻ്റെ മുന്നിൽ നിൽക്കുന്ന കണ്ടപ്പോൾ സാമാന്യം ഉയരവും വണ്ണവുമുള്ള മോഹൻ സാർ പോലും ഇത്രയേ ഉള്ളൂ. അതൊരു ഭംഗി തന്നെയാണ്. ഇപ്പോൾ ജോഷി സാർ സംവിധാനം ചെയ്ത 2020 എന്ന് പറഞ്ഞ സിനിമ നിങ്ങൾ പല ആവർത്തി കണ്ടതായിരിക്കുമല്ലോ. ഞാൻ ഒരുപാട് തവണ കണ്ടു. നല്ല രസമുള്ള പടമല്ലേ. അതിൽ മലയാളത്തിലെ എല്ലാ താരങ്ങളിലും ഉണ്ടല്ലോ. മമ്മൂട്ടിയുണ്ട്, മോഹൻലാലുണ്ട്, സുരേഷ് ഗോപിയുണ്ട്, ദിലീപുണ്ട്, ജയറാമുണ്ട്, എല്ലാവരും ഉണ്ടല്ലോ. പക്ഷേ അവരൊക്കെ വരുന്ന ഫ്രെയിം നമ്മൾ നോക്കേണ്ടുന്നാലേ അതിൽ മധു സാർ നിൽക്കുകയാണെങ്കിൽ നമ്മൾ എന്തുകൊണ്ടോ മധു സാറിനെ തന്നെ നോക്കിയിരിക്കും. അതൊരു പ്രത്യേക ഭാഗ്യമാണെന്ന് ഞാൻ പറയും. അതുപോലെ സാറ് പറഞ്ഞൊരു ക്ലാസ് വിറ്റുണ്ട്. 10ാം ക്ലാസ് തോറ്റവൻ ഡിഗ്രി പേപ്പറിന് മാർക്കിടുന്നത് പോലെയാണ് സിനിമയ്ക്ക് അവാർഡ് കമ്മിറ്റിക്കാരെ നിശ്ചയിക്കുന്നത് എന്നാണ് സാറ് പറഞ്ഞ പഞ്ച് കമൻറ്റ്. സാറ് അന്നത്തെ ഓർത്ത് കാണില്ല. അവാർഡിൽ മാത്രമല്ല, ഇപ്പോൾ സെൻസർ ബോർഡിലും ഇതാണ് സ്ഥിതി മധു സാറേ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ അടൂർ ഗോപാലകൃഷ്ണനോ ടി വി ചന്ദ്രനോ ഷാജീൻ കരണോ പോലുള്ള കലാകാരന്മാർ ചെയ്തുകൊണ്ട് തിരുവല്ലം കുന്നു കയറുന്ന സിനിമ സെൻസർ ചെയ്യാൻ അവിടെ ഇരിക്കുന്ന ആളുകളുടെ യോഗ്യത അന്വേഷിച്ച് നോക്കണം. എങ്ങനെ തൊലിക്കെട്ടി എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അടൂർ ഗോപാലകൃഷ്ണൻ്റെ ഒരു സിനിമയെ സെൻസർ ചെയ്യാൻ എനിക്ക് യോഗ്യതയുണ്ടോ എന്ന് സ്വയമെങ്കിലും ആലോചിക്കണ്ടേ. അപ്പോൾ അവാർഡിന് മാർക്കിടുന്ന മാത്രമല്ല, ജൂറികൾ മാത്രമല്ല, സെൻസർ ബോർഡിലും ഇപ്പോൾ അങ്ങനെയാണ്. മുമ്പൊക്കെ ഇത്തിരി മാന്യതയോ പേടിയോ ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അങ്ങനൊരു സാധനമേ ഇല്ല. ഏതൊക്കെയോ ഏറാമൂളികളെയാണ് 10-40 എണ്ണത്തിന് സെൻസർ ബോർഡ് മെമ്പറെന്ന് പറഞ്ഞ് തിരുവല്ലത്ത് വച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ മാധവൻ നായർ എന്നെഴുതിയിട്ട്, പി മാധവൻ നായർ എന്നെഴുതിയിട്ട് മധു സാറിന് കൊടുക്കാൻ ഒരു ചെക്ക് ഏൽപ്പിച്ചു ഒരു സംവിധായകനെ. ഈ സംവിധായകൻ എന്ന് പറഞ്ഞാൽ ഭൂലോക തരികിടയാണ്. എനിക്ക് നല്ല പരിചയമുള്ള ആളാണ്. അവൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ പി മാധവൻ നായരുടെ ചെക്ക് അവൻ്റെ ചെക്കാക്കി അവൻ ഒപ്പിട്ട് ബാങ്കിൽ കൊടുത്ത് എങ്ങനെയാണെന്നുള്ള ചെക്ക് മാറ്റിയെടുത്തു. അപ്പോൾ പെട്ടെന്ന് കോപിഷ്ഠനാവുന്ന ആളാണ് സാർ. ഈ വാർത്ത സാർ അറിഞ്ഞു. പി മാധവൻ നായർ എന്നെഴുതിയ ചെക്ക് മലയാള സീരിയൽ രംഗത്തുള്ളൊരു എംബോക്കി മാറ്റിയെടുത്തു എന്ന് പറഞ്ഞപ്പോൾ സാറിന് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു. ആരെ കണ്ടാലും, ഞാനടക്കം ആരെ കണ്ടാലും സാറ് പറയും അവനെ ഒന്ന് കൊണ്ടൊന്ന് എൻ്റെ മുമ്പിൽ നിർത്തി തന്നാൽ മതി എന്ന് പറയുമായിരുന്നു. ഈ ആളിൽ കുള്ളനാണ് ഈ മോഷ്ടിച്ച കള്ളൻ. അവനെ കൈ കിട്ടിയിരുന്നെങ്കിൽ ഒരൊറ്റ അടിക്കും മധു സാർ തീർത്തനെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. പലരും അവനോട് പറഞ്ഞിടാ മധു സാർ നിൽക്കുന്നതിൻ്റെ ഏരിയ കൂടെ പോലും പോകരുത് എന്നവനോട് പറയുമായിരുന്നു. വർഷങ്ങൾ കഴിഞ്ഞ് ഞാനിവിടെ പോകുമ്പോൾ ഏതൊരു ഫംഗ്ഷന് ചെല്ലുമ്പോൾ എൻ്റെ ചങ്കിടിച്ചു. എന്താ അറിയാം, ഈ ചെക്ക് അടിച്ച് മാറ്റിയിട്ട് കൊണ്ട് മാറ്റിയില്ലേ, ആ സംവിധായകനും മധു സാറും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. സാർ ആ ദേഷ്യം പരിഭവമൊക്കെ പറയുന്ന സമയത്തേ ഉള്ളൂ അങ്ങ് വിട്ടുകളയും മധു സാർ. നാനയുടെ മദ്രാസ് ലേഖകനായിട്ട് ബാലചന്ദ്രമേനോൻ എത്തി, മധുവയ്പ്പനയ്ക്ക് പകരം. മധുവയ്പ്പൻ എഡിറ്ററായി. അങ്ങനെ ബാലചന്ദ്രമേനോൻ മദ്രാസിൽ നാനയുടെ എഡിറ്ററായിട്ട് ചെന്നു. അന്നത്തെ രൂപം, മേനോൻ്റെ രൂപം എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇന്ദ്രൻസിനേക്കാളും മോശമായിരുന്നു. അപ്പോൾ ജെമിനി സ്റ്റുഡിയോയിൽ ധീരസമീരെ മിനാതീരെ എന്ന് പറയുന്ന എം മണി ആദ്യമായിട്ട് നിർമ്മിക്കുന്ന സിനിമയുടെ റെക്കോർഡിങ് നടക്കുകയാണ്. മധു സാറാണ് സംവിധായകൻ. ONV കുറുപ്പ് സാർ എഴുതി ശ്യാം ഈണമിട്ട ആനന്ദം പരമാനന്ദം എന്ന ജയചന്ദ്രനും എല്ലാർ ഈശ്വരിയും പട്ടസദനും കോറസും ഒക്കെ പാടുന്ന പാട്ടിൻ്റെ റെക്കോർഡിങ് നടക്കുകയാണ് അവിടെ. മധു സാറാണ് സംവിധാനം. അപ്പോൾ സ്വാഭാവികമായിട്ടും മധു സാർ അവിടെ കാണുമല്ലോ. 1976 കാര്യമാണ് ഞാൻ പറയുന്നത്. 76 എന്ന് പറയുമ്പോൾ 86, 96, 106, 116, 46 വർഷം മുമ്പുള്ള കഥയാണ് പറയണേ. കയറി ചെന്ന പാടെ ബാലചന്ദ്രമേനോൻ സംവിധായകനായ മധു സാറിനെ വിളിച്ചു. മിസ്റ്റർ മധു, ഇങ്ങനെ പറഞ്ഞാണ് സംസാരം തുടങ്ങിയത്. ഞാൻ നാനയുടെ പുതിയ മദ്രാസിലെ പ്രതിനിധിയാണ് മിസ്റ്റർ മധു എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തി. സാറ് പരിചയപ്പെട്ടു, കാര്യങ്ങളൊക്കെ പറഞ്ഞു, അങ്ങ് പോയി. അത് കഴിഞ്ഞിട്ട് ഒന്നാമത്തെ കാര്യം, മധു സാറിനെ മധുച്ചേട്ടാന്ന് വിളിക്കുന്ന പോലും ഞാൻ ആരും വിളിക്കുന്നത് അങ്ങനെ അധികം കേട്ടിട്ടില്ല. എല്ലാവരുടെ മുന്നിലും സാറൊരു മധു സാറാണല്ലോ. അങ്ങനെയുള്ള ഒരാളിനെ ആൾക്കാരുടെ മുന്നിൽ വെച്ച് മിസ്റ്റർ മധു എന്ന് വിളിച്ച ആളാണ് ബാലചന്ദ്രമേനോൻ. പക്ഷേ
മേനോൻ്റെ മിസ്റ്റർ മധു എന്ന വിളിയൊന്നും അത് സാർ പ്രശ്നമായിട്ടെടുത്തില്ല. വർഷങ്ങൾ കഴിയുന്നു. ബാലചന്ദ്ര മേനോൻ പത്രപ്രവർത്തനമൊക്കെ നിർത്തി ഒരു സിനിമ സംവിധാനം ചെയ്യാൻ തീരുമാനിച്ചു. ഉത്രാടരാത്രി തിരക്കഥയൊക്കെ എഴുതി പൂർത്തിയാക്കിയ മേനോന് അതിലൊരു വേഷം മധു സാർ ചെയ്താൽ നന്നാവുമെന്ന് തോന്നി. മേനോ കൊല്ലത്തുനിന്ന് നേരെ വണ്ടി വച്ച് പിടിച്ചു തിരുവനന്തപുരത്തേക്ക്. അന്ന് കണ്ണമ്മലയിൽ ചെന്ന് മധു സാറിനെ കണ്ടു. വീട്ടിൽ ചെന്ന് മധു സാറുമായി സംസാരിച്ചു. അതിനിടയിൽ ആഗമന ഉദ്ദേശം തഞ്ചത്തിൽ പറഞ്ഞു, ഞാനൊരു സിനിമ ചെയ്യുന്നു, അതിലെ ഈ കഥാപാത്രം സാർ ചെയ്താൽ നന്നായിരിക്കും. മിസ്റ്റർ മധു എന്ന് വിളിച്ച ആളാണ്. സംവിധായകനായപ്പോൾ ഇങ്ങനെ പറഞ്ഞു, സാർ ചെയ്താൽ നന്നായിരിക്കും. പെട്ടെന്നായിരുന്നു മധു സാറിൻ്റെ മറു ചോദ്യം, നിങ്ങൾ എന്താ ഇപ്പോൾ എന്നെ വിളിച്ചത്? സാറെന്നോ? എന്നെ ആദ്യം കണ്ടപ്പോൾ നിങ്ങൾ മിസ്റ്റർ മധു എന്നാണ് വിളിച്ചത്, ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചു. സ്വാഭാവികമായിട്ടും മേനോനൊന്ന് ചമ്മി കാണുമല്ലോ. സാർ അത് എന്ന് പറഞ്ഞു, ഒന്നുമില്ല, നിങ്ങൾ ജീവിക്കാൻ പഠിച്ചു എന്നർത്ഥം എന്ന് പറഞ്ഞിട്ട്, ഒന്നാമത് സാറിൻ്റെ ചിരി എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരൊന്നൊന്നര ചിരിയാണ്. കള്ളച്ചിരി എന്ന് പറഞ്ഞാൽ രസകരമായി ചിരിക്കും. ഇപ്പോൾ പറയാമല്ലേ, അമ്മയ്ക്കൊരു താരാട്ട് എന്ന് പറഞ്ഞ സിനിമയിൽ മധു സാറായിരുന്നല്ലോ നായകൻ, ശാരദാമ്മയായിരുന്നു നായിക. അവിടെ സെറ്റിൽ വെച്ച് ആവശ്യമില്ലാത്തതും ആവശ്യമുള്ളതിനുമൊക്കെ സംവിധായകനുമായി സംസാരിച്ച് അല്പസ്വല്പം ഞങ്ങൾ തമ്മിൽ ഇടയുമായിരുന്നു. അതപ്പം കളയും എങ്കിലും ഇടയും. അപ്പോൾ എന്നെ ഇങ്ങനെ ഷൗട്ട് ചെയ്ത് സംവിധായകൻ സംസാരിക്കുമ്പോൾ ഞാൻ ഇവിടുത്തുകാരനല്ല എന്നുള്ള രീതിയിൽ മധു സാർ അവിടെ ഇരിക്കും. ഈ സംസാരം കേട്ട് എൻ്റെ ക്ഷമ കെടുമ്പോൾ ഞാൻ മധു സാറിനെ ഇങ്ങനെ നോക്കുമ്പോൾ മധു സാർ ഇങ്ങനെ കണ്ണിറക്കിയിട്ട് ഒരു ചിരിയിരിക്കും. അതായത് അതിങ്ങ് വിട്ടേക്കുന്നു. എന്നിട്ട് ഈ സംവിധായകൻ അങ്ങോട്ട് പോകുമ്പോൾ എന്നെ പറയും, ദിനേശേ, വെറുതെ കിടന്ന് തർക്കിക്കരുത്, നമ്മൾ തർക്കിച്ചാൽ അതിന് ഗുണമുണ്ടാവണം, ഇല്ലാത്തടത്ത് തർക്കിക്കരുത് എന്ന് മധു സാർ പറയും. ആ സാറിൻ്റെ ചിരി ഒരു ഒന്നൊന്നര ചിരിയാണ്. അപ്പോൾ മേനോൻ ആകെ സാർ അത് എന്നൊക്കെ പറഞ്ഞ്, ഒന്നുമില്ല, നിങ്ങൾ ജീവിക്കാൻ പഠിച്ചു എന്നിട്ടൊരു കള്ളച്ചിരി മധു സാർ ചിരിച്ചു. പക്ഷേ പിന്നീട് ബാലേന്ദ്രൻ്റെ ഒരു പൈങ്കിളി കഥയിലെ അച്ഛനും മകനും മേനോൻ സാറും മേനോൻ ചേട്ടനും മധു സാറുമായിരുന്നു. അതുപോലെ തന്നെ എത്രയോ സിനിമകളിൽ മധു സാറിൻ്റെ സിനിമകളിൽ അല്ലെങ്കിൽ മേനോൻ്റെ സിനിമകളിൽ അവരൊന്നിച്ച് അഭിനയിച്ചു രണ്ടുപേരും. 1972 എന്തുകൊണ്ട് തിരുവനന്തപുരത്ത് ഒരു സ്റ്റുഡിയോ തുടങ്ങിക്കൂടാ എന്നുള്ള പാവം ഏതോ കഷ്ടകാല സമയത്തായിരിക്കാം മധു സാറിന് ആ ചിന്ത വന്നത്. എൻ്റെ പ്രിയപ്പെട്ട ഗുരുനാഥൻ്റെ മെരിലാൻഡ് സ്റ്റുഡിയോ മാത്രമല്ലേ തലസ്ഥാനത്തുള്ളൂ, അന്ന് ചിത്രാഞ്ജലി വന്നിട്ടില്ല. നമുക്ക് തിരുവനന്തപുരത്ത് ഒരു സ്റ്റുഡിയോ തുടങ്ങിയാലോ എന്ന് മധു സാർ ആലോചിച്ചു. മലയാള സിനിമ മദ്രാസിൽ തന്നെ ചുറ്റിക്കറങ്ങുന്ന കാലമാണ്. തിരുവനന്തപുരത്തിനടുത്ത് ഒരു ഗ്രാമം ആയ പുളിയറക്കോണം എന്ന സ്ഥലത്ത്, എന്താ പറയുക, പുളിയറക്കോണത്തിന് തലസ്ഥാനത്തിനടുത്തെന്ന് പറയാൻ വേണമെങ്കിൽ, കോർപ്പറേഷനല്ല, ഇപ്പോഴും പഞ്ചായത്താണ്. അപ്പോൾ പുളിയറക്കോണം എന്ന സ്ഥലത്ത് ഒരു ഗ്രാമത്തിൽ ബന്ധുക്കളുടേതടക്കം കുറേ സ്ഥലം വാങ്ങിയങ്ങ് സാറ് സ്റ്റുഡിയോയ്ക്ക് വേണ്ടി വാങ്ങിക്കൂട്ടി. കോളേജ് അധ്യാപന ജോലി മതിയാക്കിയിട്ട് സ്കൂൾ ഓഫ് ഡ്രാമയിൽ പഠിക്കാനായി ഡൽഹിക്ക് പോകുന്നു എന്നറിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ അച്ഛന് പെട്ടെന്ന് ദേഷ്യം വന്നു. കോളേജ് അധ്യാപകനായിരുന്ന മനുഷ്യൻ, നന്നായിട്ട് ജീവിക്കാവുന്ന ശമ്പളം കിട്ടുന്ന ഒരു ജോലി ഉണ്ടായിരുന്നിട്ട് അതിനെ രാജിവെച്ചിട്ട് ഞാൻ സ്കൂൾ ഓഫ് ഡ്രാമയിൽ ഡൽഹിയിൽ നാടകം പഠിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ ഒന്നാമത് ഒരാൺതിരിയാണുള്ളത്. അദ്ദേഹത്തിന് അത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. പഠനം കഴിഞ്ഞ് സ്കൂൾ ഓഫ് ഡ്രാമയിൽ നിന്ന് വന്നിട്ട് പറയുകയാണ്, ഞാൻ സിനിമാ നടനാവാൻ പോകുന്നു. അപ്പോഴും അദ്ദേഹത്തിൻ്റെ അച്ഛന്, സാറിൻ്റെ അച്ഛൻ ആർ പരമേശ്വരൻ പിള്ള, തിരുവനന്തപുരത്ത് മേയറൊക്കെ ആയിരുന്ന ആളാണ്. അദ്ദേഹത്തിന് ഒട്ടും താല്പര്യമില്ലായിരുന്നു. കാരണം അദ്ദേഹത്തിന് 2 പെൺമക്കളും ഒരു മകനുമാണ്. തിരുവനന്തപുരം മേയർ വരെ ആയ ആളാണ്. മകൻ സിനിമാക്കാരനാകണ്ട എന്ന് ആ അച്ഛൻ ആഗ്രഹിച്ചു. പക്ഷേ മകൻ തൻ്റെ ഇഷ്ടത്തിൽ തന്നെ ഉറച്ചു നിന്നു. എന്നാൽ മകൻ പ്രശസ്ത നടനായി മാറിയപ്പോൾ മകൻ്റെ സിനിമകളിൽ തിയേറ്ററിൽ ചെന്ന് ഒറ്റയ്ക്ക് കാണാനും മകനൊരു സ്റ്റുഡിയോ ആരംഭിക്കാൻ തയ്യാറെടുത്തപ്പോൾ സിനിമാ തിരക്കുകളിൽ നിൽക്കുന്ന, അഭിനയത്തിൻ്റെ തിരക്കുകളിൽ നിൽക്കുന്ന മകന് ഒരു ആശ്വാസം കിട്ടാനായി ആ സ്റ്റുഡിയോയുടെ പണികൾ മുഴുവൻ മകനെ ബുദ്ധിമുട്ടിക്കാതെ മേൽനോട്ടം വഹിച്ച് ചെയ്ത ആളാണ് മധു സാറിൻ്റെ അച്ഛൻ പരമേശ്വരൻ നായർ. 1970 കാലത്ത് പുളിയറക്കോണത്ത് പോകാൻ വള്ളൈക്കടവ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ചെന്നിട്ട് അവിടെ നമ്മൾ ബസ്സിലായാലും കാറിലായാലും ചെന്നാൽ, സൈക്കിളിലായാലും ബൈക്കിലായാലും ചെന്നാൽ അവിടെ ഇറങ്ങിയിട്ട് അവിടുന്ന് വള്ളത്തിൽ കയറി അക്കരെ പോകണം. വള്ളക്കടവിലൂടെ പോകുന്ന ആറിലൂടെ വള്ളത്തിൽ തുഴഞ്ഞ് അല്ലെങ്കിൽ കയറിട്ടിട്ടുണ്ട്, അതിൽ വലിച്ച് അപ്പുറത്ത് പോയിട്ട് കയറിയിട്ട്
പുളിയിറക്കോണത്തുനിന്ന് അവിടുന്ന് പുളിയിറക്കോണത്ത് പോകണമെങ്കിൽ വേറൊരു വണ്ടിയോ പിടിച്ചു പോകണം, അല്ലെങ്കിൽ നടന്ന് പോകണം. ഇതായിരുന്നു അക്കാലത്തെ പുളിയിറക്കോണം. അല്ല, നിങ്ങൾക്ക് ഇനി അങ്ങനെ പറ്റില്ല എങ്കിൽ തിരുവനന്തപുരത്ത് നിന്ന് തിരുമല ചെന്ന് അവിടുന്ന് പേയാട് ചെന്ന് ഒരുപാട് കിലോമീറ്റർ കറങ്ങി പുളിയിറക്കോണത്ത് പോകാമായിരുന്നു. നല്ല ഒരു കുഗ്രാമം, മനോഹരമായ ദൃശ്യഭംഗിയുള്ള ഒരു ഗ്രാമം. നാട്ടുകാരനായ ഒരാളെ പരമേശ്വരൻ നായർ സഹായിയായി കണ്ടെത്തി. പുളിയിറക്കോണത്ത് പ്രവർത്തിക്കുന്ന ഗ്രന്ഥശാലയുടെ സെക്രട്ടറിയും പ്രാദേശിക രാഷ്ട്രീയ പ്രവർത്തകനും ഒക്കെയാണ് ഗോപാലകൃഷ്ണൻ എന്ന് പറഞ്ഞ മനുഷ്യൻ. ഇപ്പോൾ ഗാന്ധി സ്മാരക നിധിയുമായി ബന്ധപ്പെട്ട എന്തൊക്കെയോ പ്രവർത്തനങ്ങളുമായി ഗാന്ധി സ്മാരക നിധി ചെല്ലുമ്പോൾ ഈ ഗോപാലകൃഷ്ണനെ, ഞാൻ അണ്ണാന്നാണ് വിളിക്കുന്നത്, ഗോപാലകൃഷ്ണൻ ഗാന്ധി സ്മാരക നിധി ചെല്ലുമ്പോൾ അവിടെ മധുസാറിൻ്റെ അച്ഛനുണ്ടാവും. അപ്പോൾ അച്ഛനുമായി അവിടെ വെച്ച് പരിചയപ്പെട്ടു. മകൻ സ്റ്റുഡിയോ തുടങ്ങുന്നു, അതിൻ്റെ നിർമ്മാണ ചുമതല, അതിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കാൻ ചെന്ന മധുസാറിൻ്റെ അച്ഛൻ ഗോപാലകൃഷ്ണനെ ഏൽപ്പിച്ചു. അവിടെ മുതൽ ഗോപാലകൃഷ്ണൻ മധുസാറിൻ്റെ ആളായി മാറി. സിനിമാ നിർമ്മാണവും സ്റ്റുഡിയോയും ഒക്കെ മധുസാർ അവസാനിപ്പിച്ചെങ്കിലും ഗോപാലകൃഷ്ണൻ ഇന്നും മധുസാറിൻ്റെ വിശ്വസ്തനാണ്. ഞാനിപ്പോൾ അവസാനമായി കണ്ടത് അരവം മണി സാർ മരിച്ചപ്പോൾ ഞാനവിടെ ചെന്നപ്പോൾ അവിടെ നിൽപ്പുണ്ട്. ഒരുപാട് നേരം ഞങ്ങൾ സംസാരിച്ചു. ഞാൻ ഇന്ന് ഈ പറയുന്ന കഥയിലെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ഗോപാലകൃഷ്ണനാണ് പറഞ്ഞു തന്നത്. പുളിയിറക്കോണത്ത് നേരത്തെ പറഞ്ഞ ഗ്രന്ഥശാലയുടെ മുൻവശത്ത് അവിടം വരെ മാത്രമേ അക്കാലത്ത് കാറ് പോവുള്ളായിരുന്നു. സ്റ്റുഡിയോയുടെ പണി തുടങ്ങുന്ന കാലത്ത് പലപ്പോഴും മധുസാറ് ഈ ഗ്രന്ഥശാലയിൽ കയറിയിരുന്ന് ഗോപാലകൃഷ്ണനുമായി സ്റ്റുഡിയോയിലെ കാര്യങ്ങളൊക്കെ സംസാരിക്കും. അവിടെ അത് ചെയ്യണം, ഇത് ചെയ്യണം, അവിടെ വെട്ടണം, ഇവിടെ കളയ്ക്കണം എന്നൊക്കെ പറഞ്ഞ് എല്ലാ കാര്യങ്ങളും സംസാരിക്കുമായിരുന്നു. 1976 ഉമ സ്റ്റുഡിയോ തുറന്നു. ധീരസമീരെ യമുനാതീരെ എന്ന മധുസാർ സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ആദ്യമായി ഉമയിൽ തുടങ്ങിയത്. അരോമം മണി പ്രശസ്തനായ നിർമ്മാതാവ്, മലയാളത്തിൽ ഏറ്റവും കൂടുതൽ ചിത്രങ്ങൾ നിർമ്മിച്ച ആദ്യത്തെ 3 നിർമ്മാതാക്കളിൽ ഒരാളായ അടുത്ത കാലത്ത് മരിച്ചുപോയ അരോമം മണി സാർ ആദ്യമായി നിർമ്മിച്ച സിനിമ കൂടിയായിരുന്നു ധീരസമീരെ യമുനാതീരെ. പുളിയിറക്കോണം മുതൽ ഉമാ സ്റ്റുഡിയോ വരെയുള്ള റോഡ് വെട്ടിയതിൻ്റെ രക്ഷകർത്തൃത്വവും ഗോപാലകൃഷ്ണനായിരുന്നു. ഉമാ സ്റ്റുഡിയോ നിർമ്മിച്ച ആദ്യ ചിത്രം പി ചന്ദ്രകുമാർ സംവിധാനം ചെയ്ത അസ്തമയം ഉമാ സ്റ്റുഡിയോയിലെ 3ാമത്തെ ചിത്രമാണ്. അരോമമണി നിർമ്മിച്ച് തുടങ്ങിയ കൈതപ്പുവാണ് 2ാമത്തെ ചിത്രം. ശങ്കരൻ നായരായിരുന്നു സംവിധാനം. ശങ്കരൻ നായരും വില്യംസായിരുന്നു ക്യാമറ. എന്തോ പ്രശ്നത്തിൽ വില്യംസുമായിട്ട് അരോമ മണി സാർ സംസാരിച്ച് തെറ്റി. അദ്ദേഹം മധുസാറിൻ്റെ പറഞ്ഞു, ഞാൻ ഈ പടം ചെയ്യുന്നില്ല, മധുചേട്ടൻ വേണമെങ്കിൽ ചെയ്തോ, ഞാൻ വിടുകയാണെന്ന് പറഞ്ഞാൽ അദ്ദേഹം വിട്ടു. പിന്നെ കൈതപ്പൂവിൻ്റെ ബാക്കി മധുസാർ ഏറ്റെടുത്തു, സംവിധായകനെയും മാറ്റി. ചിത്രീകരണത്തിനിടയിലുണ്ടായ ഒരു പ്രശ്നം എന്നതിനപ്പുറം അതിനെപ്പറ്റി അക്കാലത്ത് വലിയ വാർത്തകൾ പുറത്തു വിട്ടില്ല. മധുസാർ ഏറ്റെടുത്ത് ശങ്കരൻ നായരെയും മാറ്റിയിട്ട് കൈതപ്പൂ തീർത്തു. അസ്തമയം എന്ന ടൈറ്റിൽ ഉമാ സ്റ്റുഡിയോയുടെ ആദ്യത്തെ സിനിമയ്ക്ക് ഇടണ്ട, അത് അറം പറ്റുന്നൊരു വാക്കാണ്, ഒരു പേരാണ്, അത് ഇടണ്ട എന്ന് ഒരുപാട് പേർ മധുസാറിനോട് പറഞ്ഞു. അസ്തമയം എന്നിട്ട് അതോടെ അസ്തമിച്ചു പോയാലോ. പക്ഷെ മധുസാർ പറഞ്ഞ മറുപടി, ഞാൻ ഉദയം എന്ന് പറഞ്ഞ സിനിമയിലെ നായകനായിരുന്നു, പോസ്റ്റർ ഒട്ടിച്ച പൈസ പോലും ആ പടത്തിന് കിട്ടിയില്ല, ഉദയം എന്നിട്ടിട്ട്. അസ്തമയം പൊളിയുന്നെങ്കിൽ പൊളിയട്ടെ എന്നാണ് മധുസാർ പറഞ്ഞ മറുപടി. അസ്തമയം സൂപ്പർ ഹിറ്റായ സിനിമയായി മാറി. നടി ശാരദ നിർമ്മിച്ച ആരാധന, ഉമാ സ്റ്റുഡിയോയുടെ തന്നെ ശുദ്ധികലശം, അർച്ചന ടീച്ചർ, ഗൃഹലക്ഷ്മി തുടങ്ങി നിരവധി സിനിമകൾ ഉമയിൽ ചിത്രീകരിച്ചു. എഡിറ്റിങ്ങും ഉമാ സ്റ്റുഡിയോക്കകത്ത് തന്നെയാണ് ചെയ്തിരുന്നത്. റെക്കോർഡിംഗ് തിയേറ്ററിൻ്റെ പണി തുടങ്ങിയപ്പോഴാണ് ഉമാ സ്റ്റുഡിയോയുടെ മീതെ കരിനിഴൽ വീണത് എന്ന് പറയാം. പുളിയിറക്കോണത്തുകാരനായ വിജയൻ എന്ന 18 വയസ്സുകാരനെ 7ാം ക്ലാസ് വരെ അവൻ പഠിച്ചിട്ടുള്ളൂ. ഈ നേരത്തെ പറഞ്ഞ ഗോപാലകൃഷ്ണൻ അല്ലെങ്കിൽ ഗോപാലകൃഷ്ണൻ മധുസാറിൻ്റെ വീട്ടിലെ ഒരു സഹായിയായി കൊണ്ടാക്കി. വീടിന് പുറത്തുള്ള ചെറിയ ചെറിയ ജോലികൾ ചെയ്ത് സഹായിക്കണം. മധുസാറിനെ സാറേ എന്നാണ് വിജയൻ വിളിച്ചിരുന്നത്. മധുസാറിൻ്റെ ഭാര്യ ജയലക്ഷ്മിയെ അമ്മേ എന്നാണ് ആ പയ്യൻ വിളിച്ചിരുന്നത്. മധുസാറിന് ഒരു മകളല്ലേ ഉള്ളൂ, ഉമ. അതുകൊണ്ട് തന്നെ ജയലക്ഷ്മി ചേച്ചി വിജയനെ മകനെ പോലെ കണ്ടു. എൻ്റെ അമ്മ പോലും എന്നെ ഇത്രയും സ്നേഹിച്ചിട്ടില്ല എന്നാണ് അടുത്തിടെ മധുസാറിനെക്കുറിച്ച് പ്രശസ്ത നിർമ്മാതാവ് എം രഞ്ജിത്ത് പ്രസിദ്ധീകരിച്ച മധുസാറിനെ കുറിച്ചുള്ള ഒരു പുസ്തകമുണ്ട്, നല്ല വലിയ പുസ്തകം, ആദിമധുരം. ആ പുസ്തകം തയ്യാറാക്കിയ ഫോട്ടോഗ്രാഫർ ഗോപാലകൃഷ്ണൻ ഈ വിജയനെ കണ്ടപ്പോൾ
വിജയൻ പറഞ്ഞതാണ്, എൻ്റെ അമ്മ പോലും എന്നെ ഇത്രയും സ്നേഹത്തോടെ മോനെന്ന് വിളിച്ചിട്ടില്ല എന്ന്. വീട് തൂത്ത് തുടയ്ക്കണം. അപ്പം വീട് തൂത്ത് തുടയ്ക്കണം എന്ന് പറയുമ്പോൾ സിനിമാ നടൻ മധുവിൻ്റെ വീടെന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയും ദിലീപിൻ്റെയും സുരേഷ് ഗോപിയുടെയും ഒക്കെ പോലെ കൊട്ടാരം പോലുള്ള വീടാണെന്ന് നിങ്ങൾ വിചാരിക്കും. അല്ല, ഒരു ഒറ്റ നില കെട്ടറാണ്. ആകപ്പാടെ ഇപ്പം അത് സാറിൻ്റെ വീടാണെന്ന് അറിയാൻ ഒരു വാട്ടർ മാർക്കുണ്ട്. നമ്മൾ ആർട്ട് ഡയറക്ടർ പ്രേമനെ കൊണ്ട് അതിൻ്റെ ഫ്രണ്ടിൽ ഒരു പടിപ്പുര പോലെ ഒരു സാധനം കെട്ടി വെച്ചിട്ടുണ്ട്. വാസ്തവത്തിൽ കാറ്, വണ്ടി, ലോറി കയറാൻ വേണ്ടി ഇത്തിരി ഉയർത്തി കെട്ടിയപ്പോൾ അതിൻ്റെ ഒരു സ്ട്രക്ചർ ഭയങ്കര വൃത്തികേടായിപ്പോയി. എന്നാലും അതാണ് വാട്ടർ മാർക്കും അത് സാറിൻ്റെ വീടെന്നറിയാൻ. ഒരു സാധാരണ ഒരു നില കെട്ടണം. അപ്പോൾ അവിടെ തൂത്ത് തുടയ്ക്കണം, കടയിൽ പോയിട്ട് സാധനങ്ങൾ വാങ്ങണം, പട്ടിയെ കുളിപ്പിക്കണം. ഇതൊക്കെ ആയിരുന്നു വിജയൻ്റെ ജോലി. മധു സാർ ഒരു നാൾ രാവിലെ സ്റ്റുഡിയോയിലേക്ക് പോയി. കാറൊക്കെ ഇറങ്ങി പോയല്ലോ. രാവിലത്തെ ജോലികൾ കഴിഞ്ഞപ്പോൾ വിജയൻ മധു സാറിൻ്റെ ഭാര്യയോട്, ജയലക്ഷ്മിയോട് ചോദിച്ചു, ഞാൻ വീട് വരെ ഒന്ന് പോയിട്ട് വരട്ടെ. നിനക്കങ്ങനെ വീട്ടിൽ പോകണമായിരുന്നെങ്കിൽ ഇപ്പോൾ സാറ് പോകുമ്പോൾ ആ കാർ കയറി പോകാമായിരുന്നില്ലേ എന്ന് അവർ തിരിച്ചു ചോദിച്ചു. കാരണം പുള്ളിയുടെ കോണത്തേക്കല്ലേ പോണേ. അപ്പോൾ മധു സാറിൻ്റെ കൂടെ കയറി ഇരുന്നാൽ പോരെ, സാറ് പുറകെ കയറി ഇരിക്കുക, മുമ്പ് കയറി ഇരുന്നാൽ ഇത്രയല്ലേ ഉള്ളൂ. വിജയൻ മറുപടി പറഞ്ഞില്ല. അപ്പോൾ വിജയൻ്റെ ഒരു മാസത്തെ ശമ്പളം 5 രൂപയാണ്. കണ്ണമ്പള്ളിയിൽ നിന്നും വിജയൻ നേരെ തമ്പാനൂർ പോകാൻ തീരുമാനിച്ചപ്പോൾ ജയലക്ഷ്മി അമ്മ അല്ലെങ്കിൽ ജയലക്ഷ്മി ചേച്ചി വിജയന് പോകാനായിട്ട് ആ മാസത്തെ ശമ്പളം കൊടുത്തു 5 രൂപ. അത് വാങ്ങിച്ചുകൊണ്ട് നേരെ കിഴക്കേക്കോട്ട പോയി പുളിയറക്കോണത്തേക്ക് പോവാതെ നേരെ തമ്പാനൂർ ചെന്നിറങ്ങി. ഒന്നും ആലോചിച്ചില്ല, ഒട്ടും മടിയില്ലാതെ നേരെ ചെന്ന് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ എവിടേക്കോ പോകാൻ നിൽക്കുന്ന ഒരു ട്രെയിനിൽ അങ്ങ് കയറി. എങ്ങോട്ടാണ് പോകണമെന്നൊന്നും വിജയൻ അന്വേഷിച്ചില്ല. ട്രെയിൻ എങ്ങോട്ട് പോകുന്നോ അങ്ങോട്ട് പോവാം എന്നുള്ള രീതിയിൽ കയറിയിരുന്നു. മധു സാറിനൊപ്പം ചിത്രീകരണ സമയത്ത് ഈ വിജയൻ എറണാകുളം വരെ പോയിട്ടുണ്ട്. എറണാകുളത്തിനപ്പുറം പോയിട്ടില്ല. ഷൂട്ടിങ്ങിന് മധു സാർ പോകുമ്പോൾ കൂടെ പോകും. എറണാകുളത്തേക്കുള്ള ലൊക്കേഷനിൽ സാറ് ചോദിക്കുന്ന സാധനങ്ങൾ എടുത്തു കൊടുക്കണം. ദിനേശ് ബീഡി, മുറുക്കാൻ, പുകയില, വാസന ചുണ്ടാമ്പ്, ഇതൊക്കെയാണ് ഇവൻ കരുതി വയ്ക്കേണ്ടത്. ഇതിലേതെങ്കിലും തീർന്നു പോയി എന്ന് വിജയൻ പറഞ്ഞാൽ അപ്പോൾ വണ്ടിയിൽ നിന്ന് ഇറക്കി വിടും അത് സാർ. പിന്നെ സാധനങ്ങളൊക്കെ വാങ്ങി സാറ് താമസിക്കുന്നിടത്ത് ചെല്ലണം. ഇങ്ങനെയൊക്കെ നടന്നവനായിരുന്നു വിജയൻ. ട്രെയിനിൽ ടിക്കറ്റൊന്നും എടുത്തില്ല, ചുമ്മാ കയറി അങ്ങ് പോവുകയല്ലേ. പോലീസ് പിടിച്ചു, വഴിയിൽ ഇറക്കി വിട്ടു. ഏതോ സ്റ്റേഷനിൽ നിർത്തിയപ്പോൾ ഇറങ്ങും ടിക്കറ്റില്ലാത്തല്ലേ ഇറങ്ങാന്ന് പറഞ്ഞു ഇറക്കി. വിജയൻ എന്ത് ചെയ്തെന്ന് അറിയാം, ആ കോച്ചിൽ നിന്ന് ഇറങ്ങി അപ്പുറത്തൂടെ പോയി അടുത്ത കോച്ചിൽ കയറി. അങ്ങനെ മാറിയും കയറിയും 3-ാമത്തെ ദിവസം വിജയൻ കോഴിക്കോട്ടെത്തി. പാളയത്തൊക്കെ കറങ്ങി നടന്നു. പിന്നെ വടകരയ്ക്ക് വിട്ടു. ഇതിനിടയിൽ ഏതൊരു ഹോട്ടലിൽ ഗ്ലാസ് കഴുകുന്ന ജോലി, ഗ്ലാസ് മേശപ്പുറത്തുനിന്ന് പറക്കിക്കൊണ്ട് വയ്ക്കുന്ന ജോലി, മേശപ്പുറമൊക്കെ തുടയ്ക്കുന്ന ജോലി, അതൊക്കെ ഒപ്പിച്ചു. ഒരു ദിവസം 25 പൈസയാണ് ശമ്പളം. സമ്മതം. അത് വിജയൻ ഏറ്റെടുത്തു. കുറച്ചുകൂടി നല്ലൊരു പണി അന്വേഷിച്ച് പോകണം, അതിനുവേണ്ടി ഞാൻ ശ്രമിക്കുകയാണ്, ചിന്തിക്കുകയാണ് എന്നൊക്കെ ഈ കണ്ണമുല്ലയിലെ കടകളിൽ സാധനം വാങ്ങാൻ പോകുമ്പോൾ വിജയൻ പറഞ്ഞിരുന്നു കടക്കാരോട്. പക്ഷെ അവരതൊരു കാര്യമായിട്ട് എടുത്തില്ല. 1982 ഒരു നാൾ ഒക്ടോബറിലെ ഒരു നാളിൽ വിജയൻ്റെ അമ്മ സരോജിനി മധു സാറിൻ്റെ വീട്ടിൽ എത്തി. മകനെ കാണാനാണ് വന്നത്. ഒരുപാട് ദിവസമായില്ലേ മോൻ വീട്ടിൽ വരാതായിട്ട്, ഒന്ന് കണ്ടേക്കാം എന്ന് പറഞ്ഞ് 1982 ഒക്ടോബറിൽ സരോജിനി മധു സാറിൻ്റെ വീട്ടിൽ വന്നു. കാര്യം അറിഞ്ഞപ്പോൾ ജയലക്ഷ്മി ചേച്ചി ഒന്ന് ഞെട്ടി. കാരണം മോനെ കാണാനാണ് തള്ള വന്നേക്കുന്നത്. 2-3 ദിവസം മുമ്പ് വിജയൻ ശമ്പളവും വാങ്ങി അങ്ങ് വീട്ടിലേക്ക് വന്നല്ലോ എന്നായി ജയലക്ഷ്മി ചേച്ചി. ആ മറുപടി ശരിക്കും പറഞ്ഞാൽ അമ്മയല്ലേ സരോജിനി, അവർ ഞെട്ടി. അവൻ വീട്ടിൽ വന്നിരുന്നെങ്കിൽ ഞാൻ അവനെ തിരക്കി ഇത്രയും ദൂരം വരുമോ എന്നായി അവർ. ദൈവമേ എന്ന് വിളിച്ച് കരഞ്ഞ് വിളിച്ച് അവർ ഉത്തരം കിട്ടാതെ മടങ്ങി. അവിടെ ചെന്നപ്പോൾ, നാട്ടിൽ ചെന്നപ്പോൾ അയൽപക്കക്കാരോട് ഈ കാര്യം പറഞ്ഞു. എടീ, ആ മധു സാറിൻ്റെ വീട്ടിൽ പോയി ജോലിക്ക് നിർത്തിയിരുന്ന അവൻ അവിടെ നിന്ന് ഇനി വീട്ടിൽ വരുന്നു എന്ന് പറഞ്ഞ് പോയി, പക്ഷെ അവൻ ഇവിടെ വന്നിട്ടില്ല എന്നുള്ള വാർത്ത അമ്മ തന്നെ അയൽക്കാരോടൊക്കെ പറഞ്ഞു. ആ വാർത്ത പതിയെ എന്താ പറയുക, ചെറുതായിട്ട് കത്തിത്തുടങ്ങി. പിന്നെ അത് നന്നായിട്ട് കത്തി. മുൻകോപക്കാരനായ മധുവിൻ്റെ വീട്ടിൽ നിങ്ങളല്ലാതെ മോനെ ജോലിക്ക് അയക്കുമോ എന്നാണ് ഈ വിവരം അറിഞ്ഞവരൊക്കെ ചോദിച്ചത്. ജോലി വാങ്ങിക്കൊടുത്ത നാട്ടുകാരൻ ഗോപാലകൃഷ്ണനും വീട്ടിലായി. അങ്ങനെ നല്ലൊരു കാര്യം ചെയ്തതാണ്, ഒരു പയ്യനൊരു ജോലി കിട്ടട്ടെ എന്ന് പറഞ്ഞ് ചെയ്തതാണ്. പക്ഷേ ഗോപാലകൃഷ്ണനും വെട്ടിലായി. പ്രശ്നം ശരിക്കും ശബ്ദ കോലാഹലത്തിലേക്ക് മാറി.
നോട്ടീസും ചുവരെഴുത്തും പോസ്റ്ററും ഒക്കെയായി. എല്ലാത്തിലും എഴുതിയിരിക്കുന്നത് എന്താണെന്നറിയാം? കൊലയാളി മധു വിജയനെ കൊന്നു എന്നൊക്കെയാണ് പോസ്റ്ററിൽ എഴുതിയിരിക്കുന്നത്. വള്ളക്കടവിലും പുളിയറ കോണത്തും വരുന്ന ട്രാൻസ്പോർട്ട് ബസ്സുകളുടെ പുറകിലൊക്കെ കൊലയാളി മധുവിനെ അറസ്റ്റ് ചെയ്യുക എന്ന പോസ്റ്റർ വന്നു. കണ്ണമൂലയിലെ മധുസാറിൻ്റെ വീട്ടിലും സമീപത്തെ കടകളിലുമൊക്കെ ഉമാ സ്റ്റുഡിയോയിലെ ഓരോ റബ്ബർ മരങ്ങളുടെ ഇടയിലുമൊക്കെ നാട്ടുകാർ വിജയൻ്റെ തലയോടോ എല്ലോ ഒക്കെ കിട്ടുമെന്ന് അന്വേഷിച്ച് നടന്നു. തൻ്റെ മകളോട്, അതായത് മധുസാറിൻ്റെ മകളോട് മോശമായി പെരുമാറിയ വിജയനെ ഒറ്റ അടിയിൽ സാറ് നിലംപരിശാക്കിയെന്നാണ് ഈ കഥയുണ്ടാക്കിയവന്മാർ പറഞ്ഞത്. ഏതോ ഈ ഉമാ സ്റ്റുഡിയോ ഇരിക്കുന്ന സ്ഥലത്തുള്ള ഏതോ മരത്തിൻ്റെ ചോട്ടിൽ വിജയനെ മധുസാർ കുഴിച്ചിട്ടിട്ടുണ്ട് എന്നാണ് നാട്ടിൽ പ്രചാരമായത്. ഇതിനിടയിൽ ഒരു പ്രാദേശിക കോൺഗ്രസ് നേതാവ് മധുസാറിനെ വന്ന് കണ്ടു. പ്രശ്നം നമുക്ക് പരിഹരിക്കാം, ആ തള്ളയ്ക്ക് കുറച്ച് തുക കൊടുക്കണം, പിന്നെ തനിക്കും അല്പ കാശ് തരണം എന്ന് ഒരു മടിയുമില്ലാതെ ഈ കോൺഗ്രസ് നേതാവ് പറഞ്ഞു. പ്രാദേശിക നേതാവാണ്. ഒരു ചില്ലിക്കാശ് ഞാൻ ആർക്കും തരില്ല, നിങ്ങൾക്ക് എന്നെ എന്തും ചെയ്യാം എന്നായി മധുസാർ. കാരണം ഒരു തെറ്റും ചെയ്യാത്ത മനുഷ്യനെ കൈക്കൂലി കൊടുക്കണം എന്തിനെന്നേ. ഇതിൻ്റെ അനന്തരഫലം എന്താണെന്ന് ചോദിച്ചാൽ സരോജിനി അമ്മയെ കൊണ്ട് വിജയൻ്റെ അമ്മയെ കൊണ്ട് മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിൽ മകനെ കാണാനില്ല എന്ന ഒരു പരാതി കൊടുത്തു. ചലച്ചിത്ര നടൻ മധു സ്വന്തം വീട്ടിൽ ജോലിക്ക് നിന്ന പയ്യനെ കൊലപ്പെടുത്തി മൃതദേഹം ഉമാ സ്റ്റുഡിയോയിൽ കുഴിച്ചിട്ടു എന്ന് അർത്ഥശങ്കയ്ക്ക് ഇടയില്ലാത്ത വിധം വാർത്ത പരന്നു. പുളിയറ കോണത്തെ ഉമാ സ്റ്റുഡിയോ എന്ന മധുവിൻ്റെ സ്വപ്നത്തിന് താഴു വീണു. കാരണം അതിൻ്റെ മുന്നിൽ സമരമായി, സ്റ്റുഡിയോ പൂട്ടി. തൻ്റെ 20 വർഷത്തെ വിയർപ്പിൻ്റെ ഫലം ഒരു കൊലയാളി എന്ന ലേബലിലും സ്റ്റുഡിയോയിലെ താഴിലും അവസാനിച്ചു. 3 വർഷം ഉമാ സ്റ്റുഡിയോ പൂട്ടിക്കിടന്നു. ഉമാ സ്റ്റുഡിയോയിൽ മധുസാറിൻ്റെ വിശ്വസ്തരായിരുന്ന പലരും സമരക്കാരോടൊപ്പം ചേർന്നു. അതാണ് ഇതിൻ്റെ ഒരു വിരോധാഭാസം തന്നെ. അതാണ് മധുസാർ ജോലി കൊടുത്ത് മധുസാറിനെ നന്നായിട്ട് അറിയാവുന്നവർ പോലും ഈ സമരക്കാരോടൊപ്പം ചേർന്നു. ഇയാൾ കൊന്നിരിക്കും എന്നുള്ള രീതിയിൽ ചേർന്നു. കാരണം പെട്ടെന്ന് ശുണ്ടി വരുന്ന ആളാണ് മധുസാർ. മധുസാറിന് പരിചയമുള്ളവരെല്ലാം സിനിമയിലുള്ളവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, സാർ എന്തെങ്കിലും പ്രശ്നത്തിൽ ചൂടായാൽ ആ ചൂടാവുന്ന സമയത്ത് അവിടെ നിൽക്കാതിരുന്നാൽ മതി, മാറിക്കളഞ്ഞാൽ മതി. 2 മിനിറ്റ് കഴിയുമ്പോൾ സാറത് മറന്നു പോകും, ചൂടായത് മറന്നു പോകും. പക്ഷേ ഈ പറഞ്ഞ കൂടെ നിന്നവർ പോലും അപ്പുറത്തേക്ക് ചാടി. 3 വർഷം ഉമാ സ്റ്റുഡിയോ പൂട്ടിയിട്ടു. വില്ലൻ ഒന്നിലും കൂസാത്ത മധു, അദ്ദേഹം ഒന്നിലും കൂസമില്ലല്ലോ. അങ്ങനെ വില്ലൻ ഒന്നിലും കൂസാത്ത മധു ആയതിനാൽ കേട്ടവർ കൊല ചെയ്തിരിക്കാമെന്ന് ഉറപ്പിച്ചു. വിജയനെ ജോലിക്കാരനായി കൊണ്ടുവന്നാക്കിയ ഗോപാലകൃഷ്ണൻ എന്ന നാട്ടുകാരൻ്റെ വീട്ടുപടിക്കലും സമരം തുടങ്ങി. നാട്ടുകാർ ഗോപാലകൃഷ്ണന് പറ്റിയൊരു അബദ്ധം ആലോചിക്കണം. അദ്ദേഹത്തിൻ്റെ വീട്ടിൻ്റെ മുന്നിലും നീയാണ് കൊണ്ടു കൊടുത്തത്, നീ വിജയനെ തരണം എന്ന് പറഞ്ഞിട്ട് സമരം തുടങ്ങി. ഈ സമയത്ത് എൻ്റെ പഴയ വീടുള്ള നിയമനിയോജക മണ്ഡലത്തിൽ കെ കരുണാകരൻ രാജിവെച്ച ഒരു തവണ കെ കരുണാകരൻ മാളയിലും നേമത്തും മത്സരിച്ചല്ലോ. അങ്ങനെ കെ കരുണാകരൻ 2 ജയിച്ചു. അപ്പോൾ അദ്ദേഹം മാള നിലനിർത്തിയിട്ട് നേമം രാജിവെച്ചു. അവിടെ ഉപതെരഞ്ഞെടുപ്പ് വരികയാണ്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ രമേശൻ നായരാണ് പകരം മത്സരിച്ചത്. അക്കാലത്ത് വെള്ളൈക്കടവ് എന്ന് പറയുന്ന സ്ഥലം നേമ നിയോജക മണ്ഡലത്തിലാണ്. ഇപ്പോൾ അത് വട്ടിയൂർക്കാവ് നിയോജക മണ്ഡലത്തിലാണ്. വെള്ളൈക്കടവിൽ നിന്നും കോൺഗ്രസ്സിന് വോട്ട് ചെയ്യണമെങ്കിൽ, വീട് വീടാന്തരം പ്രവർത്തിക്കണമെങ്കിൽ വിജയൻ്റെ കാര്യത്തിൽ തീരുമാനമുണ്ടാകണമെന്ന് സാക്ഷാൽ ലീഡർ കെ കരുണാകരനോട് തന്നെ പ്രാദേശിക കോൺഗ്രസിൻ്റെ പ്രവർത്തകർ പറഞ്ഞു. കരുണാകരൻ പുളിയറ കോണത്ത് തെരഞ്ഞെടുപ്പ് യോഗത്തിൽ പ്രസംഗിക്കാൻ വന്നു. ഏത് വമ്പനായാലും വേണ്ട നടപടിയെടുക്കുമെന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം കരുണാകരൻ പ്രസംഗിച്ചു. ഇതേ സമയത്ത് കോഴിക്കോട്ട് കല്ലായി എന്ന് പറഞ്ഞ സ്ഥലത്ത് ബ്രൈറ്റ് ഹോട്ടലിൽ ജോലി ചെയ്യുകയാണ് വിജയൻ. ആ ബ്രൈറ്റ് ഹോട്ടലിൽ കല്ലായിൽ ജോലി ചെയ്യുന്ന വിജയൻ്റെ എല്ലും തലയോടുമൊക്കെയാണ് ഓരോ മരത്തിൻ്റെ മുട്ടിലും നാട്ടുകാർ ചകഞ്ഞു നോക്കിയത്. സ്റ്റുഡിയോയ്ക്ക് മുന്നിൽ സമരമായതോടെ ക്യാമറയും മറ്റ് അനുബന്ധ സാധനങ്ങൾ, എഡിറ്റിംഗ് സൂട്ടുകളും എല്ലാം ലോറിയിൽ കയറ്റി നമ്മുടെ ഇപ്പോൾ ക്യാമറമാനായ പുഷ്പൻ അവിടുത്തെ ക്യാമറ അസിസ്റ്റൻ്റായിരുന്നു. പുഷ്പനടക്കം മധുസാറിനോടൊപ്പം കൂറ് പ്രഖ്യാപിച്ച ആൾക്കാരെയും ഉമാ സ്റ്റുഡിയോയിലുള്ള സാധനങ്ങളുമായിട്ട് മദ്രാസിലേക്ക് കയറ്റി വിട്ടു. പുഷ്പനടക്കം വിശ്വസ്തരായ കുറച്ച് പേരെ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കിയുള്ളൊരു സമരക്കാരോട് കൂടെയല്ലേ പോയേ.
എന്നിട്ട് മദ്രാസിൽ ചെന്നിട്ട് ക്യാമറ ബുക്ക് ചെയ്താൽ മദ്രാസിൽ നിന്ന് ഉമാ സ്റ്റുഡിയോയുടെ ക്യാമറ, ഇപ്പോൾ മിനിമോൾ വത്തിക്കാനിൽ എന്ന് പറഞ്ഞാൽ അമേരിക്കയിൽ ഷൂട്ട് ചെയ്ത പടത്തിന് വരെ മധുസാറിൻ്റെ ക്യാമറയാണ് പോയത്. ചായക്കട ജോലിയിൽ വിജയന് ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു ദുർബുദ്ധി തോന്നി ഒരു ദിവസം. ചായക്കട ജോലിയിൽ നിന്ന് 25 പൈസയ്ക്ക് വേണ്ടി വർക്ക് ചെയ്ത് ഇങ്ങനെ ഇരിക്കുന്ന ആളായിരുന്നു. പക്ഷേ എന്തോ ഒരു ദിവസം തോന്നി, നാട് വിട്ടിട്ട് കാലം കുറേ ആയില്ലേ, വീട്ടിലെ വിവരമൊന്നും അറിയാൻ ഒരു വഴിയുമില്ല, പാവം എൻ്റെ അമ്മ എന്ത് ചെയ്യായിരിക്കുമെന്ന് വിജയൻ ആലോചിച്ചു. എന്നെ കാണാതെ ഞാൻ പറയാതെ പോകുന്നതല്ലേ, എൻ്റെ അമ്മ വിഷമിക്കുകയായിരിക്കുമെന്നൊക്കെ ആ മനസ്സിൽ തോന്നി. നാട്ടിലുണ്ടായ ഒരു പുകിലും മധുസാർ കൊലയാളിയായതോ ഉമാ സ്റ്റുഡിയോ പൂട്ടിയതോ ഗോപാലകൃഷ്ണൻ്റെ വീട്ടിൽ സമരം നടത്തിയതോ ഒന്നും വിജയൻ അറിഞ്ഞുമില്ല. വിജയൻ അങ്ങനെയൊന്നും ചിന്തിക്കാനുള്ള കഴിവുമില്ല. വിജയൻ കലാപരമായ ഒരു കത്തെഴുതി, എന്നിട്ട് സ്വരുക്കൂട്ടി വെച്ചിരുന്ന ശമ്പളത്തിൽ നിന്ന് 25 പൈസ വെച്ച് കിട്ടണമല്ലേ, അതിൽ നിന്ന് 25 രൂപ അമ്മയ്ക്ക് മണി ഓർഡർ അയച്ചു, ഒരു കത്ത് വായിച്ചു. 1982 ചന്ദ്രകുമാർ സംവിധാനം ചെയ്യുന്ന ഞാൻ ഏകനാണ് എന്ന് പറഞ്ഞ മധുസാർ നിർമ്മിക്കുന്ന പ്രധാന വേഷം ചെയ്യുന്ന ചന്ദ്രകുമാർ സംവിധാനം ചെയ്യുന്ന സിനിമ തിരുവനന്തപുരത്ത് ചിത്രീകരണം നടക്കുകയാണ്. സാറിൻ്റെ ഉമ ആർട്സാണ് നിർമ്മാണം. മധുസാറും പൂർണിമ ജയറാമും, തമിഴിലെ ഒരു നടനുണ്ടായിരുന്നു ദിലീപ്, ശങ്കരാടി, ശ്രീവിദ്യ, ജഗതി, ജനാർദ്ദനൻ, സുകുമാരി, അങ്ങനെ ഒരുപാട് താരനിരയുള്ള പടമാണ്. നല്ല പടമല്ലേ ഞാൻ ഏകനാണ്. സുധാകർ മംഗളോദയത്തിൻ്റെ കഥയാണ്, തിരക്കഥയാണ്. സത്യനന്ദിക്കാടിൻ്റെ വരികൾക്ക് MG രാധാകൃഷ്ണനായിരുന്നു സംഗീതം. ഓ മൃദുലേ എന്നുള്ള എക്കാലത്തെയും സൂപ്പർ ഹിറ്റായ പാട്ട് ഈ സിനിമയിലാണല്ലോ. ഉമാ സ്റ്റുഡിയോയ്ക്ക് വിതരണ കമ്പനിയുണ്ട് തിരുവനന്തപുരത്ത്, ട്രാവൻകൂറിൽ മാത്രം. അപ്പോൾ പടം പൂർത്തിയായി കഴിഞ്ഞാൽ ട്രാവൻകൂർ റിലീസ് മാത്രം ഉമ്മ നടത്തും, കൊച്ചി മലബാർ വേറെ ആർക്കെങ്കിലും കൊടുക്കും. നമ്മൾ നേരത്തെ പറഞ്ഞ സാറിൻ്റെ വിശ്വസനായ ഗോപാലകൃഷ്ണന് ഉമാ സ്റ്റുഡിയോ പൂട്ടിയെങ്കിൽ പോലും ഈ വിതരണ കമ്പനിയിൽ ജോലി കൊടുത്തു. പാലില്ലാത്തതിനാൽ, അന്ന് പാലം വന്നിട്ടില്ല, പാലമില്ലാത്തതിനാൽ അക്കരയ്ക്ക് കൊടുക്കാനുള്ള കത്തുകളൊക്കെ പോസ്റ്റ്മാൻ ഇക്കരെയുള്ള ഒരു ചായക്കടി കൊടുത്തിട്ട് പോകും. അതാണ് അന്ന് പുളിയറക്കോണത്ത് നടക്കുന്നത്. പാലമില്ലല്ലോ, പാലമില്ലാത്തതിനാൽ അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടുന്ന് വള്ളത്തിൽ പോകുന്ന ആരെങ്കിലും ഈ കത്തുകളെല്ലാം ചായക്കടയിൽ നിന്ന് വാങ്ങിയിട്ട് അവിടെ കൊണ്ടുപോയി ഓരോ വീടുകളിൽ അവരവർക്കുള്ള ആർക്കാണോ അവർക്കും കൊടുക്കും. ഇല്ലെങ്കിൽ ഈ ചായക്കടി വച്ചേക്കും, എനിക്ക് കത്തൊക്കെ വരുമെങ്കിൽ ഞാൻ ഇവിടെ വരുന്ന സമയത്ത് വള്ളത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് ആ ചായക്കട കയറി ആ കത്തുകൾ എടുത്തിട്ട് പോകും. വിതരണ കമ്പനിയിൽ നിന്നും വീട്ടിലേക്ക് പോയ ഗോപാലകൃഷ്ണനോട് ചായക്കടക്കാരൻ സുധാകരൻ ഒരു വിവരം പറഞ്ഞു, ഒരു രഹസ്യം പറഞ്ഞു. വിജയൻ്റെ വീട്ടിലേക്കൊരു കത്തും മണി ഓർഡറും വന്നിരുന്നു ഇന്ന്. വിവരം കേട്ട ഗോപാലകൃഷ്ണൻ മധുസാറിനെ വിവരം അറിയിച്ചു. അപ്പോൾ മധുസാർ അന്ന് കോട്ടയത്തൊരു ലൊക്കേഷനിലാണ്. മധുസാർ പറഞ്ഞതനുസരിച്ച് ഗോപാലകൃഷ്ണൻ ഈ വിവരം വിതരണ കമ്പനിയുടെ മാനേജറായ സദാശിവനെ അറിയിച്ചു. സദാശിവൻ പോലീസിൽ അറിയിച്ചു. ഇതിനിടയിൽ വിജയൻ കോഴിക്കോട്ട് കല്ലായിയിൽ ഒരു ഹോട്ടലിൽ ഉണ്ടെന്നും വേണ്ടത് ചെയ്യണമെന്നും നിർമ്മാതാവായ KTCയുടെ PV ഗംഗാധരൻ, ഈ അടുത്ത കാലത്ത് മരിച്ചുപോയ PVGയെ വിളിച്ചിട്ട് മധുസാർ അറിയിച്ചു. നടക്കാവ് പോലീസ് ബ്രൈറ്റ് ഹോട്ടലിലെത്തി മേശ തുടച്ചും കുടിച്ച ചായ ഗ്ലാസ് പറക്കി നിൽക്കുന്ന വിജയനെ പൊക്കി. ഈ നൊത്തോലി പോലിരിക്കുന്ന പയ്യനാണ് സിനിമാ നടൻ മധുവിനെ കൊലയാളിയാക്കിയതെന്ന വാർത്ത കേട്ടവർ അതിശയിച്ചു. വിജയൻ താരമായി മാറി. ശരിക്കും ഗോപാലകൃഷ്ണൻ്റെ ഉയിര് നേരെ വീണത് വിജയനെ കോഴിക്കോട്ട് പിടിച്ചു എന്നുള്ള വാർത്ത അറിഞ്ഞപ്പോഴാണ്. അപ്പോൾ മധുസാറിനുണ്ടായ സമാധാനം എത്ര വലുതായിരിക്കും നിങ്ങൾ ആലോചിച്ച് പോകും. സത്യം പറഞ്ഞാൽ ആ കാലഘട്ടത്തിൽ മധുസാർ ഭയങ്കര മദ്യപാനിയായിരുന്നു എന്നാണ് പറഞ്ഞത്. കാരണം ആരും മുന്നിൽ തോക്കാത്ത മാന്യനല്ലേ. അപ്പോൾ എൻ്റെ മകളെ കമൻ്റ് അടിച്ചാൽ, അല്ലെങ്കിൽ എൻ്റെ മകളോട് മോശമായി പെരുമാറിയ ചെറുക്കനെ, വീട്ടിൽ ജോലിക്കുന്ന ചെറുക്കനെ ഒറ്റ അടിയിൽ കൊന്ന് പുളിയറക്കോണത്ത് കൊണ്ടുവന്ന് ഏതോ മരത്തിൻ്റെ മുട്ടിൽ കുഴിച്ചിട്ടു എന്ന് പറയുമ്പം പലരും വിശ്വസിക്കും മധുസാറിൻ്റെ പ്രകൃതം വെച്ച്. പക്ഷേ ആ ആത്മസംഘർഷം മറ്റുള്ളവരെ അറിയിക്കാതെ അമിതമായി മദ്യം കഴിക്കുന്ന ഒരു പീരീഡായിരുന്നു അക്കാലത്ത് മധുസാറിന്. എന്തായാലും സാറിനും സമാധാനമായി. 1982 ഏപ്രിൽ 8 പത്രങ്ങളിൽ ആ വാർത്ത നിരന്നു. മധു കൊന്ന വിജയൻ ജീവനോടെയുണ്ട് എന്നുള്ള വാർത്ത പരന്നു. 6 മാസക്കാലം നാട് വിട്ടുപോയ ഒരു ചെറുപ്പക്കാരൻ കാരണം ജീവിതത്തിൽ സത്യസന്ധത വേണം എന്ന് ശടിക്കുന്ന, വെട്ടൊന്ന് മുറി 2 എന്ന ശീലത്തിൽ ജീവിക്കുന്ന മധുസാർ അനുഭവിച്ച വേദന കരുണാകരൻ പോലും മനസ്സിലാക്കിയില്ല എന്നുള്ളതാണ് സത്യം. എത്ര ഉന്നതനായാലും പിടിച്ചിരിക്കുമെന്നൊക്കെ പറഞ്ഞ അതുകൊണ്ടാണല്ലോ അദ്ദേഹം പടുത്തുയർത്തിയ ഉമാ സ്റ്റുഡിയോ എന്ന പ്രസ്ഥാനത്തിൻ്റെ തകർച്ച.
സിനിമയുടെ ഒരു മേഖലയിലും കടന്നു വരാത്ത കുടുംബത്തിനേറ്റ ആക്ഷേപം എല്ലാത്തിനും അറുതിയായി വിജയനെ കിട്ടിയപ്പോൾ നടക്കാവ് പോലീസ് വിജയനെ പോക്കി. അവർ ജേക്കബ് എന്ന് പറഞ്ഞ ഓഫീസറുടെ മുന്നിലെത്തിച്ചു. അവിടുന്ന് മധുസാറിനെ വിളിച്ച് വിവരം പറഞ്ഞു. പോലീസുകാർ ആദ്യം വിജയനോട് ചോദിച്ച ചോദ്യം സിനിമാ നടൻ മധുവിൻ്റെ വീട്ടിൽ നിന്ന് 10 പവൻ്റെ മാലയും 1 ലക്ഷം രൂപയും നീ മോഷ്ടിച്ചത് എവിടെ കൊണ്ടുവച്ചു എന്നായിരുന്നു. അപ്പോൾ വിജയൻ ഞെട്ടി. 10 പവനും കണ്ടിട്ടില്ല, 1 ലക്ഷം രൂപയും വിജയൻ കണ്ടിട്ടില്ലല്ലോ. അക്കാര്യം സാറിനോട് പറഞ്ഞപ്പോൾ അവനെ ഒന്നും ചെയ്യരുത് എന്നായിരുന്നു മധുസാറ് ആ പോലീസ് ഉദ്യോഗസ്ഥർക്ക് കൊടുത്ത മറുപടി. ജേക്കബ് വിജയന് ആഹാരം വാങ്ങിക്കൊടുത്തു. 3-ാമത്തെ ദിവസം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പോലീസ് കോഴിക്കോട്ടെത്തി. വിജയനെ ബസ്സിൽ കയറ്റി തലസ്ഥാനത്ത് കൊണ്ടുവന്നു. രാത്രി 7 മണിക്ക് കണ്ണമ്മലയിൽ മധുസാറിൻ്റെ വീട്ടിലെത്തിച്ചു. മധുസാറ് വിജയനെ കണ്ടു. ഞാൻ ഇങ്ങനെ ഇത് ചെയ്യുന്നതിന് മുമ്പ് കുറേ പ്രാവശ്യം ആലോചിച്ച് നോക്കി. മധുസാറ് വിജയനെ നോക്കിയത് എങ്ങനെയായിരിക്കുമെന്ന് ഞാൻ കുറേ നേരം ആലോചിച്ച് നോക്കി. അത് കഴിഞ്ഞിട്ട് ശ്രീകണ്ഠേശ്വരത്ത് താമസിക്കുന്ന ജില്ലാ മജിസ്ട്രേറ്റിൻ്റെ വീട്ടിൽ വിജയനെ ഹാജരാക്കി. അവിടുന്ന് ക്രൈം ബ്രാഞ്ചിൻ്റെ ഓഫീസിലെത്തിച്ചു. അവിടുന്ന് കേസില്ല എന്ന് മധുസാർ എഴുതി കൊടുത്തതിനാൽ വെറുതെ വിട്ടു വിജയനെ. വിജയന് ഇന്നും മധുസാർ ദൈവമാണ്. മധുസാറിൻ്റെ ഭാര്യ ജയലക്ഷ്മി മരിച്ച വിവരം അറിഞ്ഞപ്പോൾ വിജയന് പോകണം എന്നുണ്ടായിരുന്നു. പക്ഷേ മധുസാറിൻ്റെ മുന്നിൽ ചെന്ന് പെടാൻ ധൈര്യമില്ലാത്തതിനാൽ വിജയൻ പോയില്ല. ചിലപ്പോൾ ഒരൊറ്റ അടി വെച്ച് കൊടുത്താൽ നീ ഇങ്ങ് വന്നേക്കണാടാ, എൻ്റെ ഭാര്യ മരിച്ചു കിടക്കുമ്പോൾ നീ വന്നേക്കണല്ലേ എന്നുള്ള ഒറ്റ അടി വെച്ച് കൊടുത്താൽ നീ സാറ് ചെയ്യില്ല. ഇതിനിടയിൽ ഉമാ സ്റ്റുഡിയോയുടെ ഒരു ഭാഗം പെൻപോൾ എന്ന് പറഞ്ഞ കമ്പനിക്ക് കൊടുത്തു. എനിക്ക് തോന്നുന്നു ഈ രക്തം നിറയ്ക്കുന്ന കവറൊക്കെ ഉണ്ടാക്കുന്ന കമ്പനിയാണ് ഈ പെൻപോൾ. ആ കമ്പനിയുടെ ക്യാൻറ്റീനിൽ കുറേ നാൾ വിജയം പണിയെടുത്തു. ഒരു നാൾ ക്യാൻറ്റീനിൽ മധുസാറ് ഉച്ചയ്ക്ക് ഉണ്ണാൻ ചെന്നു. കാരണം സ്റ്റുഡിയോയിൽ വന്നിട്ട് ആ കൊടുത്ത സ്ഥലത്തുള്ള ക്യാൻറ്റീനിൽ ഊണ് കഴിക്കാൻ അവിടെ കയറി. ഊണിന് മധുസാറിന് ഏറ്റവും പ്രിയപ്പെട്ടതെന്ന് പറയുന്നത് ഉള്ളി ചതച്ചിട്ടുണ്ടാക്കുന്ന മോരാണ് ഉറപ്പായിട്ട് സാറിന് വേണ്ടത്. പക്ഷേ അത് വീട്ടിലല്ലേ കഴിക്കാൻ പറ്റൂ, ക്യാൻറ്റീനിൽ കിട്ടില്ലല്ലോ. ക്യാൻറ്റീനിൽ ഉള്ളി ചതച്ച ചോറ് കിട്ടില്ല, അല്ല മോര് കിട്ടില്ല എന്ന് സാറിനറിയാം. സാറിന് അകത്തു നിന്ന് കണ്ട വിജയൻ ഉള്ളി ചതച്ചിട്ടൊരു മോരുണ്ടാക്കി സപ്ലയർ വശം കൊടുത്തയച്ചു. മോര് കുടിച്ചിട്ട് അതിശയത്തോടെ മധുസാർ തിരക്കി, ഇതാരാ ഉണ്ടാക്കിയത് എന്ന് ചോദിച്ചു. അപ്പോൾ വിജയൻ മുന്നിലേക്ക് വന്നു. ആ നീയോ, നീ ഇപ്പോൾ ഇവിടെയാണോ എന്ന് ചോദിച്ചു. ഇവിടെയാണോ ജോലി ചെയ്യുന്നത്? നല്ല മോര് എന്ന് പറഞ്ഞു. അതിനുശേഷം വിജയൻ മധുസാറിനെ കണ്ടിട്ടേയില്ല. സാറിൻ്റെ കൂടെ അന്ന് നിന്നിരുന്നെങ്കിൽ വിജയനെ സാർ രക്ഷപ്പെടുത്തിയേനെ. കാരണം ഉമാ സ്റ്റുഡിയോയിൽ നിന്ന് എല്ലാവരെയും സാർ രക്ഷപ്പെടുത്തി. അവരുടെ മക്കൾക്കെല്ലാം ജോലി വാങ്ങിക്കൊടുത്തു. ചിലർക്ക് വീട് വയ്ക്കാൻ 8 സെൻറ്റ് 10 സെൻറ്റ് വെച്ച് സ്ഥലമൊക്കെ മധുസാർ നൽകിയ കഥ എനിക്കറിയാം. ഈ വിജയനും അവിടെ നിന്നിരുന്നെങ്കിൽ ചിലപ്പോൾ നല്ലൊരു ജോലി വാങ്ങിക്കൊടുത്തേനെ, ചിലപ്പോൾ നല്ലൊരു വീട് വയ്ക്കാനുള്ള സ്ഥലമൊക്കെ കൊടുത്തേനെ. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, വിജയൻ സാറിനെ വില്ലനാക്കിയിട്ട് മുങ്ങിയതല്ലേ. മധുസാറിനൊപ്പം നിന്നവരെയും അവരുടെ മക്കളെയും രക്ഷപ്പെടുത്തിയ കഥകളൊക്കെ വിജയൻ അറിയാം. 2000 വിജയൻ വിവാഹം കഴിച്ചു. 7 വർഷക്കാലം സ്വന്തമായിട്ടൊരു ഹോട്ടൽ നടത്തി. ഒരു മകനും ഒരു മകളും. മകൾ വിവാഹിതയായി. മകൻ ചെറിയ ആരോഗ്യ പ്രശ്നമുള്ള ഒരാളാണ്. ഇപ്പോൾ പ്രസൻറ്റ് ടൈമിൽ വിജയൻ ഒരു ഹോട്ടലിൽ ജോലി ചെയ്യുകയാണ്. നമ്മൾ ആലോചിച്ച് നോക്കി, ചെറുപ്രായത്തിൽ ഒരു പയ്യന് തോന്നിയ ഒരു അമളി. എവിടെയെങ്കിലും പോയി ഈ വീട്ടിൽ തൂത്തും തുടച്ചും പട്ടിയെ കുളിപ്പിച്ചൊക്കെ മലക്കറി വാങ്ങിക്കാൻ പോയും പച്ചക്കറി വാങ്ങിക്കാനും പലവ്യഞ്ജന കടയിലുമൊക്കെ പോയി നിൽക്കുകയല്ല. എനിക്ക് ഇത്തിരി കൂടെ ഭേദപ്പെട്ടൊരു ജോലി വേണമെന്ന് തോന്നിയപ്പോൾ മധുസാറിൻ്റെ വീട്ടിലും പറഞ്ഞില്ല, അവൻ്റെ വീട്ടിൽ അമ്മയോടും പറയാതെ പോയതാണ് പ്രശ്നമായത്. പക്ഷേ അവനെ കാണാതായ ആ കുറച്ച് കാലഘട്ടം മധു എന്ന് പറഞ്ഞ വലിയ മനുഷ്യൻ, ആത്മാഭിമാനമുള്ള മനുഷ്യൻ, ചങ്കൂറ്റമുള്ള മനുഷ്യൻ, സത്യസന്ധനായ മനുഷ്യൻ, അദ്ദേഹം അനുഭവിച്ച ടെൻഷൻ ഒരു പ്രസ്ഥാനത്തിന് തന്നെ നശിപ്പിച്ച് കളഞ്ഞില്ലേ. അതെല്ലാം കഴിഞ്ഞിട്ട് വർഷങ്ങൾ കഴിഞ്ഞ് തിരിച്ചു വന്നാൽ വിജയനെ പിന്നെ മധുസാർ കോംപ്രമൈസ് ചെയ്യും. അങ്ങനെ വിജയൻ ഏതോ ഹോട്ടലിൽ ജോലി ചെയ്ത് ഇപ്പോഴും ജീവിക്കുന്നു. മധുസാറ് 90 വയസ്സ് കഴിഞ്ഞ് 91ലേക്ക് യാത്രയിലാണ്, വീട്ടിലുണ്ട്. ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു 90 വയസ്സ് തികയുന്നതിൻ്റെ തലേദിവസം ഞാൻ പോയി കണ്ടത്. ആ വലിയ മനുഷ്യന് പറയാൻ ഇനി ഒരുപാട് കഥകളുണ്ട്. ആലോചിച്ചാൽ ഞാൻ ഇനി ആലോചിച്ചിരുന്ന് ചിരിച്ച് പറയാവുന്ന ഒരുപാട് കഥകളുണ്ട്. ഊഴം എന്ന് പറഞ്ഞ പടം ഞാൻ ആദ്യമായിട്ട് വർക്ക് ചെയ്ത പടം നടക്കുമ്പോൾ അതിൽ വീട്ടിൽ നിന്നെല്ലാം ഇറക്കി വിട്ട് ദേവൻ അഭിനയിക്കുന്ന വിശ്വനാഥൻ കാമുകിയും വിളിച്ചുകൊണ്ട്
എവിടെയെങ്കിലും ഒരു താമസിക്കാനൊരു സ്ഥലം അന്വേഷിച്ച് സ്വാതന്ത്ര്യ സമര സേനാനിയായ അച്ഛൻ്റെ സുഹൃത്തായ മധുസാറിനെ കാണാൻ വരും. അപ്പോൾ വലിയ കാര്യത്തിൽ മധുസാറിൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ പറയുകയാണ്, ഇങ്ങനെ എന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു, വെളിയിൽ ഇറക്കി വിട്ടു, ഞങ്ങൾക്ക് താമസിക്കാൻ ഒരിടവുമില്ല എന്ന് പറഞ്ഞ ഡയലോഗ് റിഹേഴ്സൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ മധുസാർ പറയുക, നീ ഇവിടെ എവിടെയെങ്കിലും കിടന്നോ, എവളകത്ത് കിടക്കട്ടെ. ഇങ്ങനെ സ്പോട്ടിൽ സാറ് പറയുന്ന കോമഡികൾ കേട്ടാൽ ചിരിച്ചു മണ്ണി പോവും. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഈ കണ്ണിറുക്കിയുള്ളൊരു ചിരി സാറിൻ്റെ. എന്തായാലും മധുസാറ് ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ സിനിമയിൽ പ്രവർത്തിക്കാനും അദ്ദേഹത്തോടൊപ്പം തലസ്ഥാനത്ത് ജീവിക്കാനും കഴിഞ്ഞത് കഴിഞ്ഞ ജന്മം ചെയ്ത ഏതോ ഒരു പുണ്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രിയപ്പെട്ട എന്താ പറയുക, മധുസാറിന് ആയുസ്സും ആരോഗ്യവും നേർന്നുകൊണ്ട്. സാറിപ്പോൾ എങ്ങും പോകാറില്ല. വാക്കറിൽ എന്തോ പിടിച്ചിട്ടാണ് സാറ് നടക്കുന്നത്, കാലിനെന്തോ ശക്തി കുറവുണ്ട്. അപ്പോൾ ആരോ ചോദിച്ചു, ഏതൊരു ഫംഗ്ഷന് വിളിച്ചവൻ പറഞ്ഞു, ഈ വാക്കറിൽ നടന്നേ ആളുകളുടെ മുന്നിൽ ഞാനൊരു അനാരോഗ്യവാനാണെന്ന് കാണിക്കാനോ സിമ്പതി കാണിക്കാനോ എനിക്ക് താല്പര്യമില്ല, ഞാൻ അതുകൊണ്ടാണ് പുറത്തേക്ക് പോകാത്തതെന്നാണ് മധുസാർ പറയുന്നത്. സാറ് വീട്ടിനുള്ളിൽ എന്താ പറയുക ഭംഗിയായിട്ട് മഹാരാജാവ് ജീവിക്കുന്ന പോലെ ജീവിക്കുന്നു. ആ വലിയ മനുഷ്യന് സംവിധാനത്തിലായാലും നിർമ്മാണത്തിലായാലും സ്റ്റുഡിയോ കാര്യത്തിലായാലും വിതരണത്തിലായാലും കുട്ടികളുടെ സിനിമ എടുത്തതിലായാലും നടനായാലും ആ വലിയ മനുഷ്യന് മലയാള സിനിമയ്ക്ക് അദ്ദേഹം നൽകിയ സംഭാവന, വ്യക്തിത്വം, ക്യാരക്ടർ, ആ മനുഷ്യന് ആരോഗ്യവും ആയുസ്സും ഇനിയും ഒരുപാട് കാലം ആയുസ്സും കൊടുക്കണം, ആരോഗ്യവും കൊടുക്കണം. ഇതിലേതെങ്കിലും ഒന്നും കൊടുത്താൽ പോരാ, രണ്ടും കൊടുത്ത് നമ്മളോടൊപ്പം ഒരുപാട് കാലം മധുസാർ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എപ്പോഴെങ്കിലും പുള്ളിറക്കോണത്ത് പോയി നമ്മളെ ഈ ഗോപാലകൃഷ്ണനെ കണ്ടിട്ട് എനിക്ക് ഈ വിജയനെ ഒന്ന് പരിചയപ്പെടുത്തി തരണമെന്ന് പറഞ്ഞു. വിജയൻ ഇപ്പോൾ ആ കാലം നരയൊക്കെ ആയി, നല്ല പ്രായമായില്ലേ, എന്നാലും വിജയനെ കാണണമെന്നൊരാഗ്രഹമുണ്ട്, ഞാൻ കാണാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വിജയനും നന്നായിട്ട് ജീവിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.